أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشهد لنا بهذا المحضر ولتأتي في بنظرة تأتي لنا بالظفر اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ദർസിൽ നമ്മൾ റായിസിലുള്ള തിജാനി ത്വരീഖത്തിൻ്റെ നിബന്ധനകളെ കുറിച്ചുള്ള ഭാഗമായിരുന്നു വായിച്ചിരുന്നത്. ഇന്നും നമ്മൾ അതിൻ്റെ ഭാഗം തന്നെയാണ് വായിക്കുന്നത്. പ്രധാനമായും മൂന്നാമത്തെയും നാലാമത്തെയും നിബന്ധനയെക്കുറിച്ചാണ് ഇന്നത്തെ ദർസിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ അവസാനിപ്പിച്ച് നിർത്തിയത് തിജാനി ത്വരീഖത്തും മറ്റു ത്വരീഖത്തുകളും തമ്മിലുള്ള വ്യത്യാസം ദുനിയാവും ആഖിറവും പോലെയാണ്. മറ്റു ത്വരീഖത്തുകളൊക്കെ ഒരു വസീല മാത്രമാണ്. തിജാനി ത്വരീഖത്താണ് അതിൻ്റെ അസ്ൽ, അതിൻ്റെ ഒറിജിൻ. ദുനിയാവ് ആഖിറത്തോടു കൂടി അവസാനിക്കുന്നത് പോലെ മറ്റു ത്വരീഖത്തുകളൊക്കെ തിജാനി ത്വരീഖത്തിൽ അവസാനിക്കും. കാരണം അതാണ് മുഹമ്മദിയായ അസ്ലിയായ ത്വരീഖത്ത്. ഇതായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ അവസാനിപ്പിച്ച് നടത്തിയ പാരഗ്രാഫ്. ഫത്വരീഖത്തു തിജാനിയത്തു മുശയ്യദത്തുൻ ഫി ദുനിയ വൽ ആഖിറ. തിജാനി ത്വരീഖത്ത് ദുനിയാവിലും ആഖിറത്തിലും സുദൃഢമായി സ്ഥാപിക്കപ്പെട്ട ഒരു ത്വരീഖത്താണ്. അത് ദുനിയാവിലേക്ക് മാത്രമുള്ള ത്വരീഖത്തുമല്ല, ആഖിറത്തിലും നമ്മൾ അള്ളാഹുലായി യാത്ര ചെയ്യുന്നത് തിജാനികളായിട്ട് തന്നെ ആയിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് അംവാതൻ മരിച്ചവരായിട്ട്, ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ അവൻ അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഷേഖുകൾ വളരെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം. വസം എന്തിനാണ് ഈ ആയത്ത് കൊണ്ടുവന്നതും കൂടി ഇതിൻ്റെ ഇനി പറയുന്ന ഭാഗം നമുക്ക് മനസ്സിലാവും. വസുമ്മിയത്ത് ഷുഹദാ ലിശുഹൂദിൽ മലായിക്ക. എന്തുകൊണ്ടാണ് അവരെ ശുഹദാക്കൾ എന്ന് വിളിക്കുന്നത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവരെ എന്തുകൊണ്ടാണ് ശുഹദാക്കൾ എന്ന് വിളിക്കുന്നത്? അവർ മലായിക്കത്തിനെ കാണുന്നത് കൊണ്ടാണ്. ആ സമയത്ത് അവർ വഫാത്താവുമ്പോൾ, അവർ ഷഹീദാവുന്ന സമയത്ത് അവർ മലായിക്കത്തിനെ കാണുന്നുണ്ട്. ആ കാരണം കൊണ്ടാണ്. വഖദ് അലിംത അന്നല്ലാഹ അക്റമ കുല്ലു വാഹിദിൻ മിൻ അസ്ഹാബി സയ്യിദിന. എന്നാൽ സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുരീദന്മാർക്ക്, അവരുടെ അനുചരന്മാർക്ക് എല്ലാം അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ബിസബഅമിയാത്തി അൽഫി മലായിക്ക, 7,00,000 മലക്കുകളെ. അപ്പം മലക്കിനെ കണ്ടുകൊണ്ടാണ് ശുഹദാക്കൾ ഷഹീദ് എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ മരിക്കൂല, അവർ അള്ളാഹിൻ്റെ പക്കൽ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു ഭക്ഷണം നൽകുന്നുണ്ടെന്ന് പറഞ്ഞത്. എന്നാലും തിജാനിൻ്റെ അടുത്ത് 7,00,000 മലക്കുകൾ ഉണ്ടാവുന്നതാണ്. അള്ളാഹു നൽകിയൊരു ബഹുമാനാണ്. യഥാർത്ഥ തിജാനിൻ്റെ അടുത്ത് 7,00,000 മലക്കുകൾ ഉണ്ടാവും. ഫലാ യുഫാരിഖൂനഹു ഫീ സായിരി അൻഫാസി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഒരു ശ്വാസത്തിൽ പോലും അവർ ആ 7,00,000 മലക്കുകൾ അദ്ദേഹത്തെ വേർപിരിയുകയില്ല. ഫഹും ഷുഹദാ ഉൽ മലായിക്ക. അവർ മലായിക്കത്ത് സാക്ഷ്യം വഹിക്കുന്നവരാണ്. അപ്പോൾ മലായിക്കത്ത് സാക്ഷ്യം വഹിക്കുന്നവരാണ് തിജാനികളൊക്കെ. ഫകൈഫല യഹ്യ മൻ ലാ തഖ്റുജു റൂഹു ഇല്ലാ അലാ യദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൂറൻ. അതെങ്ങനെ അല്ലാതിരിക്കും? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തിജാനി വഫാത്താവുന്ന സമയത്ത് അവൻ്റെ കൂടെ ഉണ്ടാവും. അതായത് ഒരു തിജാനി മരിക്കുന്ന സമയത്ത് അവൻ്റെ കൂടെ ആ മരണത്തിൻ്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിറായിരിക്കും. വലാ യുസ്അലു ഇല്ലാ അലാ യദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൂറൻ.
അതുപോലെ തന്നെ ഖബറിലൊക്കെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തോടു കൂടി അല്ലാതെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. റസൂലുള്ളാഹി ആ ഒരു തിജാനിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. എത്രത്തോളം വലിയ മഹത്താണ് ഒരു തിജാനിക്ക്. യഥാർത്ഥ തിജാനിയായി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ 7 ലക്ഷത്തോളം മലക്കുകൾ അവൻ്റെ കൂടെ ഉണ്ടാവും. എപ്പോഴും അവൻ്റെ എല്ലാ ശ്വാസത്തിലും അവൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ മരിക്കണ സമയത്ത് അവൻ്റെ കൂടെ നിലനിൽക്കും. അവൻ മരിക്കണ ഏറ്റവും പ്രയാസകരമായ സമയമാണ് ഒരു മനുഷ്യൻ മരിക്കണ സമയം ചിലപ്പോൾ ഈമാൻ കിട്ടൽ വളരെ പ്രയാസമാണ്. കാരണം അവൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ വഞ്ചനയുമായി വരുന്ന സമയമാണത്. ശൈത്താനെ ഏറ്റവും വലിയ വഞ്ചന ഉപയോഗിക്കുക മരിക്കുന്ന സമയമാണ്. കാരണം ആ സമയത്ത് അവൻ ഈമാൻ തെറ്റിപ്പോയാൽ അവൻ പൂർണ്ണമായി ഈമാൻ ഇല്ലാത്തവനായി മരിച്ച അവസ്ഥയായിരിക്കും. അപ്പോൾ അപ്പം തെറ്റിച്ചാൽ മതി ഒരാളെ തെറ്റിക്കണമെന്നുണ്ടെങ്കിലും. ബാക്കിയുള്ള സമയത്തൊക്കെ നന്നാക്കിയിട്ട് അവസാനം മോശമാക്കിയാൽ മതി. അതുകൊണ്ടാണ് നിങ്ങൾ തിജാനി ത്വരീഖത്ത് ഒഴിവാക്കുന്നവന് പേടിക്കണം എന്ന് പറഞ്ഞത്. അവൻ്റെ ആക്കിബത്താണ് മോശമാവുക. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നല്ല രീതിയിലേക്ക് അവനെ കാണും. നമ്മൾ നോക്കോ, നല്ല ഈമാൻ, നല്ല ദിക്ർ, നല്ല സലാത്ത്, ഖുർആനോത്ത്, എല്ലാ പരിപാടിയും ഉണ്ടാവും. നല്ല റാഹത്തായിരിക്കും അവൻ്റെ ജീവിതം. ചിലപ്പം തിജാനി ത്വരീഖത്ത് ഒഴിവാക്കിയവന് പക്ഷേ മരിക്കുന്ന സമയത്ത് അവൻ്റെ ഈമാൻ നഷ്ടപ്പെടും. കാരണം അവൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ അവൻ ഫേസ് ചെയ്യുന്ന സമയത്ത് അവന് അത് നേരിടാനുള്ള ശക്തി അവനുണ്ടാവണമെന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് അവൻ്റെ കൂടെ ഉണ്ടാവും, അവനെ സഹായിക്കാനായിട്ട്. അവനെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവനെ രക്ഷപ്പെടുത്താൻ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അവൻ ഖബറിലാകുന്ന സമയത്ത് അവിടെയും ഒരു പ്രതിസന്ധിയാണ്. അവിടെയും ചോദ്യം ചെയ്യപ്പെടൽ നടക്കുന്നുണ്ട്. ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ കൂടെ ഉണ്ടാവും. അവന് വേണ്ടി ഉത്തരം പറയും, അവനെ സഹായിക്കും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എത്രത്തോളം വലിയ മഹത്വമാണ് ഒരു തിജാനിക്കുള്ളത് എന്ന് പറയാൻ. ഫൈദാ അലിംതഹു വതബയ്യന ലക അന്ന ത്വരീഖത്തുൽ അസ്ലിയ്യത്തി ലാ യന്തഖിലു മിൻഹാ ഇലാ ഗൈരിഹാ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായാൽ, തിജാനി ത്വരീഖത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായാൽ, ഒരു തിജാനി മുരീദിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായാൽ, അങ്ങനെ ഒരു തിജാനി മുരീദിനെ സമയത്തോളം അവന് വേറൊരു ത്വരീഖത്തിലേക്ക് പോകാൻ സാധിക്കുമോ? ഇത്രത്തോളം മഹത്വമുള്ള ആളാണ് തിജാനിയെങ്കിൽ അവനെങ്ങനെയാണ് മറ്റൊരു ത്വരീഖത്തിലേക്ക് മാറാൻ സാധിക്കുന്നത്? ഈ തനതായ ത്വരീഖത്തിൽ നിന്ന് സബബായ മറ്റൊരു ത്വരീഖത്തിലേക്ക് എങ്ങനെ അവൻ മാറാൻ പറ്റുന്നത്? സാഗരത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു നദിയിലേക്ക് ഒരാൾക്ക് മടങ്ങാൻ പറ്റുക? വൈൻ തക്കല യുബ്തല ബിമസ്വാഇബ്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, അതായത് തിജാനി ത്വരീഖത്ത് വിട്ട് മറ്റൊരു ത്വരീഖത്തിലേക്ക് മാറിയാൽ അവന് മുസീബത്ത് വന്ന് ചേരും. അവന് ബുദ്ധിമുട്ടുണ്ടാവും. ഫിദീനിഹി വമാലിഹി വബദനിഹി. അവൻ്റെ ദീനിൽ ബുദ്ധിമുട്ടുണ്ടാവും. അവന് അള്ളാഹുവിനെ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കൂല. ഈമാൻ ഉറക്കൂല. എല്ലാത്തിനും പറ്റിയ സംശയങ്ങളുണ്ടാവും. അള്ളാഹിനെ കുറിച്ച് സംശയങ്ങളുണ്ടാവും, റസൂലിനെ കുറിച്ച് സംശയം ഉണ്ടാവും, മശായിഖന്മാരെ കുറിച്ച് സംശയം ഉണ്ടാവും, എല്ലാത്തിനെ കുറിച്ച് സംശയം ഉണ്ടാവും. ദീനിൽ അവന് പ്രശ്നം ഉണ്ടാവും. വമാലിഹി, അവൻ്റെ സമ്പത്തിന് പ്രശ്നം ഉണ്ടാവും. അവന് അവൻ്റെ ജോലിയിൽ ബർക്കത്ത് നഷ്ടപ്പെടും, അവൻ്റെ വരുമാനത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും. എല്ലാം അവന് ബുദ്ധിമുട്ടുകളുണ്ടാവും. വബദനിഹി, അവൻ്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും, അസുഖങ്ങൾ വരും, പ്രയാസങ്ങളുണ്ടാവും. ഉഖൂബത്തല്ല, ഇതൊക്കെ അവന് അള്ളാഹു നൽകുന്നത് അവനക്കുള്ള പരീക്ഷണമായിട്ടാണ്, അവനുള്ള ശിക്ഷയായിട്ടാണ്. വലാ യൻഫഉഹു അഹദുൻ അയ്യാക്കാന. അവൻ ആരായിരുന്നാലും ശരി, അവനൊന്നും ഉപകാരം ചെയ്യൂല. ഒരു കാര്യം അവന് ഉപകാരം ചെയ്യൂല. ഇല്ലാ ഇദാ താബ വജുദ്ദിദ ലഹു ഇദ്നു ഫീ. അവൻ തൗബ ചെയ്ത് അവൻ്റെ ത്വരീഖത്തിലുള്ള ഇജാസത്ത് പുതുക്കിയാലല്ലാതെ. അവൻ ആരായിരുന്നാലും ശരി, തിജാനി ത്വരീഖത്ത് സ്വീകരിച്ച് അത് ഒഴിവാക്കിയാൽ പിന്നീട് അവൻ എന്തെങ്കിലും ഉപകാരം അവൻ്റെ ജീവിതത്തിലോ അവൻ്റെ പരലോക ജീവിതത്തിലോ അവൻ്റെ എന്തെങ്കിലും അമല കൊണ്ട് അവന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. എന്തിന് തൗബ ചെയ്യണം? തിജാനി ത്വരീഖത്ത് ഒഴിവാക്കിയാൽ തൗബ ചെയ്യണം. പിന്നെ അതിൻ്റെ ത്വരീഖത്തിൻ്റെ ഇജാസത്ത് പുതുക്കുകയും വേണം. വഖഫാഹു ബലാഅൻ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ, ഇന്ന ആൾക്ക് ചിലപ്പോൾ ഇത്ര ശിക്ഷ ഒന്നും ഇല്ലല്ലോ, ഞാൻ ഈ ശിക്ഷ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാലും നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയാൽ തന്നെ മതി അവർക്ക് ശിക്ഷ ഉണ്ട് മനസ്സിലാക്കാൻ. എന്ത്? വഖഫാഉ ബലാഅൻ. ഒരു ഒരു പരീക്ഷണം, ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ മതിയായതാണ്. എന്ത് ശിക്ഷയാണത്?
അൻ ഹറമ നഫ്സഹു മിൻ ഹിജ്രി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപാലനത്തിൽ നിന്ന് ഒരാളെ അള്ളാഹു പുറത്താക്കി എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ ശിക്ഷ എന്ത് വലിയ ശിക്ഷയാണുള്ളത്? അതിനേക്കാൾ വലിയ ശിക്ഷ ഒന്നും ഇല്ല തന്നെ. ബാക്കി ദുനിയാവിൽ അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്, അവൻ്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് പറയുന്നത് ഒക്കെ തന്നെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപാലനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടവും ഒക്കെ അള്ളാഹു നൽകി. എന്നിട്ട് അത് അള്ളാഹു പിന്നീട് എടുത്തു കളഞ്ഞാൽ അതിനേക്കാൾ വലിയ ശിക്ഷ എന്താ ഉള്ളത്? ഒരു തിജാനി ആയാൽ അവന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടം ഉണ്ടാവും, ശ്രദ്ധ ഉണ്ടാവും, പരിപാലനം ഉണ്ടാവും. എന്നാൽ ഒരു തിജാനി ത്വരീഖത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ ഇതൊക്കെ അവൻ നഷ്ടപ്പെടും. അപ്പോൾ അതിനേക്കാൾ വലിയ ശിക്ഷ അവൻ എന്താ കിട്ടാനുള്ളതെന്ന് ഷെയ്ഖ് ചോദിക്കുകയാണ്. എന്നിട്ട് അവനെ അള്ളാഹു ഗഫലത്തിൻ്റെയും അള്ളാഹുവിനെ മറക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ബത്താലത്തിൻ്റെ, അതായത് മടിയുടെയും ഒന്നും ചെയ്യാതെ സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുടെയും ഒക്കെ വിജനതയിലേക്ക് അള്ളാഹു അവനെ തള്ളിവിട്ടാൽ അതിനേക്കാളും വലിയ ഒരു ശിക്ഷ എന്താണുള്ളത്? ഒരാൾ തിജാനി ത്വരീഖത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ സംഭവിക്കുക? അവന് മടിയനാവും. അവന് അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധ എപ്പോഴും അവനെ പിടികൂടും. ആ അവസ്ഥയിൽ അവൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ അവനുണ്ടായിത്തീരും. അപ്പം അതിനേക്കാൾ വലിയ ശിക്ഷ എന്താണുള്ളത്? ഈ ത്വരീഖത്തിലുള്ള രഹസ്യങ്ങൾ, അതിലുള്ള നിഗൂഢമായ നിധികൾ, ഇതിനെക്കുറിച്ചൊക്കെ ഉന്നതരായ ആരിഫീങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ, വഖാന ഫീ ജമാലിഹിം, അല്ലെങ്കിൽ ഈ ത്വരീഖത്ത് അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, മാ തറഅസ അഹദുൻ അലാ ഐരിഹി ബി ഐരിഹാ ഇദ് ലാ ഫദ്ല ഇല്ലാ ഫിഹാ. ഈ ത്വരീഖത്ത് കൊണ്ടല്ലാതെ ഒരാളും വേറെ ആളെക്കാളും മുകളിലേക്ക് വരികയായിരുന്നു. അതായത് ഈ ത്വരീഖത്ത് കൊണ്ടല്ലാതെ ഒരാളും ആത്മീയമായി ഉയരൂലായിരുന്നു. കാരണം ഇല്ലാ ഫദ്ലൻ ഇല്ലാ ഫിഹാ, കാരണം ഇതിനേക്കാൾ വലിയൊരു ഫദ്ൽ അള്ളാഹു ഇനി ഒരാൾക്ക് കൊടുക്കാനില്ല. ഇതിനെ കൊണ്ടല്ലാതെ ആർക്കും നന്നാവാനുമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ഔലിയാക്കന്മാരുണ്ട് സങ്കല്പിക്കുക തിജാനി ത്വരീഖത്തിന് പുറത്ത്. അവർക്കെങ്ങനെ തിജാനി ത്വരീഖത്തിൻ്റെ രഹസ്യങ്ങൾ വെളിവാക്കപ്പെട്ടാൽ അവർക്ക് മനസ്സിലാവും ഈ ത്വരീഖത്ത് കൊണ്ടല്ലാതെ ആർക്കും ഒന്നും നേടാൻ സാധിക്കില്ല എന്ന്. കാരണം അവരൊക്കെ അങ്ങേയറ്റത്തെത്തുന്ന മാരിഫത്തിൻ്റെ അങ്ങേയറ്റത്തെ പോയിൻ്റാണ് ഈ ത്വരീഖത്തിൻ്റെ അടിസ്ഥാന ബേസായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഈ വഫാത്തായിപ്പോയ ഔലിയാക്കന്മാരാണെന്ന് കരുതുക, തിജാനി ത്വരീഖത്ത് വരുന്നതിന് മുമ്പ് ജീവിച്ച മഹാന്മാരാണെന്ന് കരുതുക. അവരുടെ കാലഘട്ടത്തിൽ എങ്ങാണ് ഈ തിജാനി ത്വരീഖത്ത് വന്നിരുന്നെങ്കിൽ അവർക്ക് ഈ ത്വരീഖത്തിലൂടെ അല്ലാതെ ആത്മീയയാത്ര സാധ്യമാവില്ലായിരുന്നു. ഈ ത്വരീഖത്തിലൂടെ അല്ലാതെ അവർ ആ ഉന്നതിയൊന്നും കരസ്ഥമാക്കുകയും ചെയ്യില്ലായിരുന്നു. വകുല്ലു തുർഖി ഇന്നമാ തൂമിയ ഇലൈഹാ, കാരണം എല്ലാ ത്വരീഖത്തും ഈ ത്വരീഖത്തിലേക്കാണ് യഥാർത്ഥത്തിൽ അവരുടെ വിരൽ ചൂണ്ടുന്നത്. ലിഅന്നഹും യഖുദൂന ബിഐദിൽ അജില്ലത്തി, കാരണം ഒരാൾ ഒരു ഷെയ്ഖിൻ്റെ കൈ പിടിക്കുന്നത് ലിയൂസിലുഹും ഇലാ സഫാഇൽ ഖൽബ്, ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് അവനെ ഉയർത്താൻ വേണ്ടിയാണ്. ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് അവൻ അള്ളാഹുവിലെത്തിക്കുന്നത്, അള്ളാഹുൽ ഫനാ പ്രാപിക്കുന്നത്, അള്ളാഹിൻ്റെ മാരിഫത്തിലേക്ക് ഉയർത്തുന്നത്. അവൻ്റെ ആത്മീയമായ തസ്കിയത്തും ഉബൂദിയത്തും ഒക്കെ ഉറപ്പുവരുത്തുന്ന കാര്യം ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ്. ഒരാൾ ഒരു ഷെയ്ഖിനെ സ്വീകരിക്കുന്നത് ഹൃദയ പരിശുദ്ധിയിലേക്ക് ഉയരാൻ വേണ്ടിയാണ്. സഫാഹു ഹുവ ഐനു ത്വരീഖത്തുൽ അസ്ലിയ, എന്നാൽ ആ ഹൃദയത്തിൻ്റെ പരിശുദ്ധി ഉണ്ടല്ലോ, ആ കാര്യമാണ് യഥാർത്ഥത്തിൽ തിജാനി ത്വരീഖത്തിൻ്റെ അസ്ല്, അതിൻ്റെ അടിത്തറ. വഅബ്ദു റബ്ബക ഹത്താ യാതിയകൽ യഖീൻ, നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം, റബ്ബിൻ്റെ ഇബാദത്തിൽ മുഴുകണം. ഹത്താ, എത്രത്തോളം യാതിയകൽ യഖീൻ, നിങ്ങളിലേക്ക് യഖീൻ കടന്നു വരുന്നത് വരെ. ഫൈദാ അതാക ഹഖുൽ യഖീൻ, നിങ്ങളിലേക്ക് ഹഖുൽ യഖീൻ കടന്നു വന്നാൽ സിർത ബഹ്റൽ ഉബൂദിയ്യതി ബിലാ തക്ലീഫ്, നിങ്ങൾ ഉബൂദിയത്തിൻ്റെ ബഹറിലായിത്തീരും. ബിലാ തക്ലീഫ്, ഒരു ഭാരവുമില്ലാതെ തന്നെ. പലപ്പോഴും ഒരാൾ ഉബൂദിയത്തിലാവുന്നത് ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഹഖുൽ യഖീനിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ ഉബൂദിയത്തിലാവുന്നത് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഇരിക്കും.
നിങ്ങൾ ഉബൂദിയത്തിലാവുന്നത് ഒരു ഭാരവും ചുമക്കാത്ത ഒരു ഫീലിങ്ങിലായിരിക്കും. അപ്പം മഖാമു അഹ്ലുൽ അസലിയത്തു തിജാനിയത്ത് ഹക്കുൽ യഖീൻ, യഥാർത്ഥ തിജാനികളുടെ വഴി എന്ന് പറയുന്നത് ഹക്കുൽ യഖീൻ ആവുന്ന ഈ വഴിയാണ്, ഉബൂദിയത്തിൻ്റെ വഴിയാണ്. സവാവൻ അലിമ ബിഹ സ്വാഹിബുഹ അംല. ചിലവർക്കത് മനസ്സിലാവും അതങ്ങനെയാണെന്ന് അനുഭവത്തിലൂടെ, ചിലവർക്കത് മനസ്സിലാവില്ല. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അതുതന്നെയാണ്. തിജാനി ത്വരീഖത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഹക്കുൽ യഖീൻ ലാവലാണ്. തിജാനി ത്വരീഖത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹൃദയശുദ്ധിയാണ്. അപ്പോൾ ഈ കാര്യത്തിലേക്കാണ് മറ്റു ത്വരീഖത്തുകളൊക്കെ നമ്മൾ ക്ഷണിക്കുന്നത്. ആ കാര്യമാണ് തിജാനി ത്വരീഖത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ ഈ ത്വരീഖത്ത് ഒഴിവാക്കി മറ്റൊരു ത്വരീഖത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് അവന് ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമാണ്. ഫൈദ അൽജംത ബിൽ ഉഹൂദി, നിങ്ങൾ ആ ഒരു ഉടമ്പടിയെ, ഷെയ്ഖുമായി ഉണ്ടാക്കുന്ന ഉടമ്പടിയെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ഇബാദത്ത് റബ്ബിക ഫി ഹദ്റത്തിൽ മുഷാഹദ, ഹക്കിൻ്റെ മുഷാഹദയിലായിക്കൊണ്ട് നിങ്ങൾ റബ്ബിനെ ഇബാദത്ത് ചെയ്താൽ, അല്ലത്തി ഹിയ ഐനു ത്വരീഖ, അങ്ങനെ ഇബാദത്ത് ചെയ്യലാണ് നമ്മൾ ത്വരീഖത്തിൻ്റെ അടിസ്ഥാനം. മുദ്ദത്തിൻ ദവാവും തക്ലീഫ്, നിങ്ങൾക്ക് തക്ലീഫ് ഉണ്ടാവുന്നിടത്തോളം കാലം നിങ്ങൾ അങ്ങനെ ചെയ്താൽ, അതായത് നമ്മൾ രണ്ടാമത്തെ നിബന്ധനയായി പറഞ്ഞത് തിജാനി ത്വരീഖത്തിന് ഔറാദ് കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിജാനി ത്വരീഖത്തിന് ഔറാദ് എന്തിനാണ് കൊണ്ടെടുക്കുന്നത്? റബ്ബിൻ്റെ ഹദ്റത്തിലായി, അവനെ മുഷാഹദയിലായി ഇബാദത്തിൽ മുഴുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതകാലം നിങ്ങൾക്ക് തക്ലീഫുള്ളിടത്തോളം കാലം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തുടർന്നാൽ, അങ്ങനെ ചെയ്യും നിങ്ങൾ ഉറപ്പിച്ചാൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വയതവജ്ജഹുൽ കലാമു ഇലാ ശർത്തു സാലിസ്, നിങ്ങൾക്ക് മൂന്നാമത്തെ നിബന്ധന പറഞ്ഞു തരാനായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, വഹുവൽ മുആഹദതു അലാ അൻ ലാ തഅഖുദു ത്വരീഖത്തൻ ഉഖ്റ അലാ ഹാദി. അതെന്താണ്? അത് ഈ ത്വരീഖത്തിൻ്റെ കൂടെ മറ്റൊരു ത്വരീഖത്ത് കൂട്ടിച്ചേർക്കരുത്, ഈ ത്വരീഖത്ത് ആയി മാത്രം തനിച്ചാവണം എന്നാണ് ആ നിബന്ധന. ഫൈൻ ഖാൻ അലാ ത്വരീഖൻ ഖദീമത്തിൻ ലഹു, നിങ്ങൾക്ക് തിജാനി ത്വരീഖത്തിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു ത്വരീഖത്ത് ഉണ്ടെങ്കിൽ, യൻസലിഹു അൻഹ ഇൻസിലാഹൻ കുല്ലിയൻ, നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ അതിൽ നിന്നെല്ലാം ഒഴിവാവണം. അതിൻ്റെ ഒരു അടയാളങ്ങൾ നിങ്ങൾ ബാക്കി വെക്കരുത്. നിങ്ങൾ വേറെ ഒരു ത്വരീഖത്തിലാണ്, ഞാൻ ത്വരീഖത്തിൻ്റെ ശൈഖനാണെന്ന് കരുതുക. നിങ്ങൾ തിജാനി ത്വരീഖത്തിൽ വന്നാൽ ആ ത്വരീഖത്തിൻ്റെ എല്ലാം നിങ്ങൾ ഒഴിവാക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അത് എന്നെ ഏൽപ്പിച്ചതാണ്, ഇന്ന ആൾ എനിക്ക് തന്നതാണ്, അദ്ദേഹം വലിയ ആളാണ്, അദ്ദേഹം മരിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചു പോയത്, എന്തെന്നാണെങ്കിലും നിങ്ങളത് മുഴുവനായിട്ട് ഒഴിവാക്കിയാൽ മതിയാവും. ആരെങ്കിലും അങ്ങനെ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ഇനി ഒരാൾ അവന് വാക്കുകൊണ്ട് ഒരു മുഖദ്ദമിൻ്റെ മുമ്പിൽ വാക്കുകൊണ്ട് ഞാനിത് ഒഴിവാക്കി എന്ന് പറഞ്ഞു, അവൻ്റെ ഹൃദയത്തിന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ മുഖദ്ദം അവന് ഇജാസത്ത് കൊടുത്തവരെ അവന് ഉപകാരം ഉണ്ടാവില്ല, അവന് ഹൃദയത്തിന് ഒഴിവാക്കിയിട്ടില്ല. ആ കാരണം കൊണ്ട് ബിഹൈസു ലാ യമീലു ഖൽബഹു ഇലൈഹ, അവന് എന്ത് ചെയ്യാൻ പാടില്ല, അവൻ്റെ ഹൃദയം അതിലേക്കൊന്നും തിരിയാൻ പാടില്ല. വലാ ഇലാ അഹ്ലിഹ, അതുപോലെ തന്നെ അതിൻ്റെ അഹ്ലുകാരായ മറ്റു ത്വരീഖത്തിൻ്റെ ആളുകളിലേക്കോ, അവന് വേറെ ഏതെങ്കിലും ത്വരീഖത്തുണ്ടെങ്കിൽ ആ ത്വരീഖത്തിലേക്കോ ആ ത്വരീഖത്തിൻ്റെ ഷെയ്ഖിലേക്കോ ആ ത്വരീഖത്തിൻ്റെ അഹ്ലുകാരായ മുരീദന്മാരിലേക്കോ ഒന്നും അവൻ തിരിയാൻ പാടില്ല. വലാ യദ്കുറു ദിക്റൻ കാന യദ്കുറുഹു ഫിഹ, അവൻ ആ ത്വരീഖത്തിൽ കൊണ്ടു നടന്നിരുന്ന ദിക്റുകളൊന്നും അവൻ കൊണ്ടെടുക്കാൻ പാടില്ല. വമാത അഹ്ലഹ മിൻ മശായിഖിഹ വഫുഖറാഇഹ ബൈന ഐനൈഹി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതുപോലെ ആവണം, അവൻ്റെ മുന്നിൽ അവൻ്റെ ആ ഷെയ്ഖും അവൻ്റെ ആ മുരീദന്മാർ, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇഖ്വാനികളായ മുരീദന്മാരൊക്കെ മരിച്ചു പോകണം. അവരിഞ്ഞി ഇല്ല എന്നുള്ള രൂപത്തിലാണ് അവൻ ജീവിക്കേണ്ടത്. ബിസ്ഖാത്തിൽ മുആലഫതിഹിം വ മുജാലസതിഹിം, അവരെ കൂടെ ഇരിക്കുന്നതും അവരോടുള്ള സ്നേഹബന്ധം ഒക്കെ അവന് മുറിക്കണം. വഖനിയ മിൻഹും ബികുല്ലിയതി, അവൻ അവരിൽ നിന്നെല്ലാം പൂർണ്ണമായും ഒഴിവായിക്കൊണ്ട് തൃപ്തി അടയുകയും വേണം. വലാ യദ്കുറു ബിഖൽബിഹി സിർറൻ, അവൻ്റെ ഹൃദയത്തിൽ ഒരു രഹസ്യത്തെ ഓർക്കരുത്. യസ്രി ഔ സറാ ഇലൈഹി മിൻഹ, ആ മശായിഖന്മാരിൽ നിന്ന് അവനിലേക്ക് ഒഴുകിയതോ അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതോ ആയ ഒരു രഹസ്യത്തെയും അവൻ ഓർക്കുക തന്നെ ചെയ്യരുത്. മറ്റു ത്വരീഖത്തുകൾ ചില രഹസ്യങ്ങളുണ്ടാവും, ചില ലതായിഫുകളൊക്കെ ഉണ്ടാവും, ചില പ്രത്യേകമായ മാരിഫത്തിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. അവനതൊന്നും അതിലേക്കൊന്നും പിന്നെ തിരിയാൻ പാടില്ല.
ആരെങ്കിലും തിജാനി ത്വരീക്കത്തിൽ വന്നു, ഉദാഹരണം ഖാദിരിയ ത്വരീക്കത്തിലുള്ളതാണ് അൻഫാസിയ ദിക്ർ, ഖാദിരിയ ത്വരീക്കത്തിലാണ് ഉള്ളതാണ് ചിലപ്പോൾ ചില താലീമുകളൊക്കെ, അവരുടെ ഹക്കീക്കത്തിലേക്കുള്ള ചില താലീമുകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ ആ ത്വരീക്കത്തിൽ നിന്നിട്ട് തിജാനിയത്തിലേക്ക് വന്നാൽ പിന്നെയും ഈ അൻഫാസിയ ദിക്റിലേക്കുള്ള ശ്രദ്ധ, ആ താലീമിലേക്കുള്ള ശ്രദ്ധ, ഇതൊക്കെ പൂർണ്ണമായി അവൻ ഒഴിവാക്കണം. അവൻ്റെ ഹൃദയത്തിൽ ആ സിറിലേക്ക് അവൻ തിരിയാൻ പാടില്ല. വലിയ കോൽ പകരം അവൻ പറയേണ്ടത് എന്താ? അഹത്തുല്ലാഹ് ബി അന്നി തജറദു മിൻ തിൽക ത്വരീഖത്തി. അവൻ എന്ത് ചെയ്യണം? പറയണം, ഞാൻ അള്ളാഹുവിനോട് ഉടമ്പടി ചെയ്യണു. ബി അന്നി തജറദു മിൻ തിൽക ത്വരീഖ, ഈ ത്വരീഖത്തിൽ നിന്നെല്ലാം പൂർണ്ണമായി ഒഴിവായിട്ടുണ്ട് എന്നുള്ളത്. തജറുദൻ സ്വഹീഹൻ കൊല്ലിയൻ, പരിപൂർണമായ ശരിയായ ഒരു ഒഴിവാകൽ, അതിനൊക്കെ ഞാൻ ഒഴിവായിട്ടുണ്ട്, അതിനൊന്നും ഒരു ബന്ധവും എനിക്കില്ല, ആ രൂപത്തിലാവണം. അതിനർത്ഥം അതൊന്നും മോശമെന്നല്ല, അതൊക്കെ നല്ലത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ മശായിഖന്മാരൊക്കെ നല്ലതായിക്കോട്ടെ, അവരുടെ രഹസ്യങ്ങളൊക്കെ എന്തോ അതൊക്കെ ഏറ്റവും ഉന്നതമായ രഹസ്യങ്ങളാവട്ടെ. പക്ഷേ ഒരാൾ തിജാനി ത്വരീഖത്തിലേക്ക് വന്നാൽ അത് മുഴുവൻ അവൻ പൂർണ്ണമായി ഒഴിവാക്കൽ നിർബന്ധമാണ്. ഫൈലം യക്കുൻ അലിഹ, ഇനി അവന് ഒരു ത്വരീഖത്തും ഇല്ലെങ്കിലോ? അഹദല്ലാഹു അൻ ലാ യുജദ്ദിദു ത്വരീഖത്തൻ, അവൻ എന്ത് ചെയ്യണം? അവൻ അള്ളാഹുവിനോട് ഉടമ്പടി ചെയ്യണം. അവനൊരു ഈ വേറൊരു ത്വരീഖത്തിനെ ഒരുമിച്ച് കൂട്ടൂല എന്ന്. അല ഹാദിഹി ത്വരീഖത്തുൽ അസ്ലിയ്യത്തുൻ നബവിയ്യ, ഈ നബവിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച തനതായ തിജാനി ത്വരീഖത്തിൻ്റെ മുകളിൽ വേറൊരു ത്വരീഖത്തിനെ അവൻ ഒരുമിച്ച് കൂട്ടൂല എന്ന് ഉറപ്പിക്കണം. ഒരാൾക്ക് ചിലപ്പോൾ ത്വരീഖത്തൊന്നും ഉണ്ടാവില്ല, പക്ഷേ വേറെ ത്വരീഖത്തിലേക്ക് ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ദിക്റുകളൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെ ഒരു പരിപാടി ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ശൈഖനൊന്നും സ്വീകരിക്കില്ല, ചിലപ്പോൾ ത്വരീഖത്തൊന്നും സ്വീകരിക്കില്ല, പക്ഷെ ഇനി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചെയ്യും. വലാ യദ്കുറു ദിക്റൻ ലാസിമൻ ഫീ തുർക്കിൽ ഔലിയ, നിങ്ങൾ അതുപോലെ തന്നെ മറ്റു ത്വരീഖത്തുകളുടെ ദിക്റുകളെ, ലാസിമായ ദിക്റുകളെ നിങ്ങൾ കൊണ്ടെടുക്കരുത്. ലാ തബറുക്കം വലാ ലുസൂമൻ, നിർബന്ധമായി കൊണ്ടെടുക്കരുത്, ബർക്കത്തായി കൊണ്ടെടുക്കരുത്. മറ്റു ത്വരീഖത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ സാധാരണ തബറുക്കായിട്ട് ചൊല്ലുന്ന പല കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ഹദ്ദാദ് റാത്തീബ്, ഉർദുൽ ലത്തീഫ്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, അതൊക്കെ മറ്റു ത്വരീഖത്തുകളുടെ അമലാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത് തബറുക്കായിട്ട് എല്ലാവരും കൊണ്ടെടുക്കുകയാണ്. അതൊന്നും നമ്മൾ കൊണ്ടെടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ അതിൽ സുന്നത്തിൽ പഠിപ്പിച്ച ഔറാദുകളുണ്ടെങ്കിൽ ആ സുന്നത്തിൽ പഠിപ്പിച്ച ദിക്ർ നമുക്ക് വേറെ ചൊല്ല, പക്ഷെ അതായിട്ട് കൊണ്ടെടുക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും നിർബന്ധ ഘട്ടത്തിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടി വന്നാൽ നിർബന്ധിത ദറൂറത്തിൽ ദറൂറത്തെ കൊല്ലും ജായിസ് എന്നാണല്ലോ. നിർബന്ധിത ഘട്ടത്തിലെല്ലാം ജായിസാണ്, അവിടെ നമ്മൾ ഹൃദയം കൊടുക്കാതിരുന്നാൽ മതി. പക്ഷേ നമ്മളായിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലി ഇതൊക്കെ സുന്നത്തുള്ള ദിക്റല്ലേ എന്നൊക്കെ വിചാരിച്ച് അദാദാത്തീബ് ചൊല്ല, അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല. അവൻ അവൻ്റെ ശൈഖിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹവും കാണാൻ പാടില്ല. ഫമാ അദിനലഹു ഫിഹി ഷെയ്ഖുഹു ഖബിലഹു വമാ മനാഹു മിൻഹു തറക്കഹു. ഷെയ്ഖ് അവനെന്തെങ്കിലും കൽപ്പന നൽകിയാൽ, സമ്മതം നൽകിയാൽ അവനത് സ്വീകരിക്കണം. അവനെന്തെങ്കിലും അവനോട് ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ഒഴിവാക്കുകയും വേണം. ഫലാ ഖൈറ ഫി മുഖാലഫത്തി ഷുയൂഖ്, ഷെയ്ഖന്മാരോട് എതിർക്കുന്നതിലൊരു ഖൈറും ഇല്ല. ഷെയ്ഖന്മാർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരാവുന്നതിലൊരു ഖൈറില്ല. ഫഖദ് തഖദ്ദമ അന്ന തുറുഖ കുല്ലഹ മൂസിലത്തുൻ ഇലല്ലാഹ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ത്വരീഖത്തും അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ത്വരീഖത്താണ്, സംശയമൊന്നുമില്ല. ഫമൻ അഹബ്ബ അൻ യബ്ഖാ മാ ത്വരീഖത്തിഹി ഫലഹു, ഇനി ഒരാൾ ത്വരീഖത്തിലാണ്, ഒരു ഖാദിരിയാണ് അല്ലെങ്കിൽ നക്ഷബന്ദിയാണ്, ആയിക്കോട്ടെ, അവൻ ആ ത്വരീഖത്ത് ഒഴിവാക്കാൻ പറ്റൂലെങ്കിൽ ആരും നിർബന്ധിക്കേണ്ട തിജാനിയാവാൻ. പക്ഷേ ആ ത്വരീഖത്ത് കൊണ്ടുവരുന്നോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. ഫൈനഹു ഇബാദത്തു റബ്ബിഹി, കാരണം അതൊക്കെ ആ ത്വരീഖത്തിലുള്ള അമലുകളൊക്കെ അത് അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്യലാണ്, അത് സംശയമൊന്നുമില്ല, അതിന് അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാക്കിൻ തഖദ്ദമ അന്നഹ, പക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തുറൂക്ക, മറ്റു തുറുക്കുകളൊക്കെ, മറ്റു ത്വരീഖത്തുകളൊക്കെ അസ്ബാബ് മിനൽ വസൂലിലേക്കുള്ള അള്ളാഹുവുമായി ചേരുന്നതിലേക്കുള്ള സബബുകൾ മാത്രമാണ്, വഴികൾ മാത്രമാണ്. ഇലാ ഹഖീഖത്ത് ശരീഅത്തിൻ്റെ ഹഖീഖത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ്. വഹിയ ഐനു ത്വരീഖത്തുൽ അസ്ലിയ,
അത് തിജാനി ത്വരീക്കത്താവുന്ന തനതായ ത്വരീക്കത്തിൻ്റെ അസിലാണ്. അതായത് മറ്റു ത്വരീക്കത്തുകളൊക്കെ ആളുകളെ വിളിച്ച് കൊണ്ടുപോയി എത്തിക്കുന്ന യഥാർത്ഥ തിജാനി ത്വരീക്കത്തിൻ്റെ അസിലേക്ക്, ബേസിലേക്കാണ്. ഫൈദ ഫറാമിമ്മ ഖസദഹു ഫൈദ ഫറാമിമ്മ ഖസദഹു വറജഅ ഇലാ ത്വരീക്കത്തി തിജാനിയ. ആരെങ്കിലും ഈ ഒരു അവൻ്റെ ഉദ്ദേശത്തെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റജഅ ഇലാ ത്വരീക്കത്തി തിജാനിയ, അവൻ തിജാനി ത്വരീക്കത്തിൽ പ്രവേശിക്കും. യജിദുഹ ഐനു ഹഖീഖത്തുൽ ശരിയ, അതിലൂടെ അവൻ ശരീഅത്തിൻ്റെ ഹഖീഖത്താണിതെന്ന് കണ്ടെത്തുകയും ചെയ്യും. ലിഅന്ന ഹിമ്മത സ്വാഹിബുഹ തസ്രീ ഫീഹി ഇന്ദ തൽഖീൻ, കാരണം ആരെങ്കിലും ത്വരീക്കത്ത് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ഷെയ്ഖിൻ്റെ ഹിമ്മത്ത് അവനിലേക്ക് പകർന്ന് നൽകപ്പെടും. ആരെങ്കിലും ഏത് മുഖദ്ദമാവട്ടെ, ഏതെങ്കിലും ഒരാളെടുത്തുനിന്ന് ഒരാൾ തിജാനി ത്വരീക്കത്ത് സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്ന സമയത്ത് ശരിക്കുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം സ്വീകരിക്കുന്നത്, നിബന്ധനകളൊക്കെ പാലിക്കണം. പലപ്പോഴും ത്വരീക്കത്ത് സ്വീകരിക്കുന്ന സമയത്ത് നിബന്ധന വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അതൊന്നും ഉണ്ടാവില്ല. അവർക്ക് സംശയത്തോടു കൂടിയേക്ക് സ്വീകരിച്ചാൽ അവനൊന്നും കിട്ടൂല ഈ ത്വരീക്കത്തുനിന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നിബന്ധനകളൊക്കെ പാലിച്ച് എല്ലാം ക്ലിയറാക്കി ആരെങ്കിലും ത്വരീക്കത്തിലേക്ക് ബയ്യത്ത് ചെയ്താൽ ആ ബയ്യത്ത് ചെയ്യുന്ന നിമിഷം ഷെയ്ഖിൻ്റെ ഹിമ്മത്ത് അവനിലേക്ക് പകർന്നു നൽകപ്പെടും. ഫതൂസിലുഹു ഇലാ കമാലുൽ ഉബൂദിയ, അതിലൂടെ ആ ഹിമ്മത്ത് അവനെ ഉബൂദിയത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കും. ആ ഷെയ്ഖ് അവനിലേക്ക് പകർന്നു നൽകിയ ഹിമ്മത്ത് പതിയെ അവനെ ഉബൂദിയത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കും. വതുജരിദുഹു മിൻ കുല്ലി മാ സിവാ റബ്ബിഹി, റബ്ബ് സുബ്ഹാനഹു തആല അല്ലാത്ത എല്ലാത്തിൽ നിന്നും അവനെ അത് ഊരിക്കളയും. അവനെ അള്ളാഹുവിൻ മാത്രം തനിച്ചാക്കും. താലിക താബഅഹു, അത് അവനേക്കുള്ള ഒരു മുദ്രയാണ്. ഉഫീദു അലൈഹി മിൻ ഹദ്റത്തു നബവിയ്യ, നബവിയായ സാന്നിധ്യത്തിൽ നിന്ന് അവനിലേക്ക് പകർന്നു നൽകപ്പെട്ടതാണ്. അലൈഹി അഫ്ദലു സ്വലാത്തു വസ്സലാം. കുല്ലു ഫഖീറിൻ ലഹു അലൈഹി ത്വാബഅഹു, എല്ലാ മുരീദിനും എന്തുണ്ടാവും? ഈ മുദ്ര ഉണ്ടാവും, സീലുണ്ടാവും. ബൈന ജബ്ഹതിഹി വഫൗഖ റഅസിഹി, അവൻ്റെ നെറ്റിയുടെ ഇടയിലായിട്ടും ഉണ്ടാവും ഈ സീല്, അവൻ്റെ തലൻ്റെ മുകളിലായിട്ടും ഈ സീലുണ്ടാവും. വഅലാ ഉളുറൂഫിഹിൽ ഐസർ, അവൻ്റെ ഇടത്ത് ചുമലിൻ്റെ ബാക്കിലായിട്ടും ഈ സീലുണ്ടാവും. ഒരു തിജാനിൻ്റെ മുകളിൽ 3 സീലുണ്ടാവും. ഒന്ന് അവൻ്റെ നെറ്റിൻ്റെ ഇടയിലായിട്ടുള്ള സീലുണ്ടാവും, ഒന്ന് തലക്ക് മുകളിലൊരു സീലുണ്ടാവും. മഹല്ലുൽ ഖത്മു മിനൽ അംബിയ, അംബിയാക്കന്മാരുടെ ഖത്മ് സീലുണ്ടാവുന്ന സ്ഥലത്താണ് അവർക്കും സീലുണ്ടാവുക. ഖായിദത്തു അന്നഹു യഖ്തിമു അലാ മൗളൂഇൽ വസ്വസത്തി മിനശ് ശൈത്വാൻ, എന്താ അതിൻ്റെ ബെനിഫിറ്റ് എന്താ? തിജാനികൾക്ക് ഇടത്തെ ഭാഗത്തെ ചുമലിൻ്റെ പിന്നിലായിട്ട് ഇങ്ങനെ ഒരു സീലുണ്ടാവുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ? അവിടെ സീലുണ്ടായാൽ ആ സീല് വെച്ച സ്ഥലമാണ് യഥാർത്ഥത്തിൽ ശൈത്താൻ വസ്വാസാക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ പിന്നിൽ നിന്നിട്ട് ഇടത്തെ ചുമലിൻ്റെ ഭാഗത്ത് പിന്നിൽ നിന്നിട്ട് ഒരാളിങ്ങനെ കുശു പറയുക എങ്ങനെ ഉണ്ടാവും? ഒരു കാര്യം സ്വകാര്യം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പം നമ്മളിങ്ങനെ തിരിഞ്ഞിങ്ങനെ കേൾക്കൂലേ? ശൈത്താൻ ആ ഭാഗത്തു നിന്നാണ് നമുക്ക് വസ്വാസ തരികയെന്ന്. ഫൈനഹു യൂസ്ഫിസു മിൻ വറാ ഇല്ലാഹരി, ശൈത്താൻ അങ്ങനെ പിന്നിൽ നിന്നിട്ട് ഇടത്തെ ചുമലിൻ്റെ ആ ഭാഗത്തു നിന്നാണ് നമുക്ക് വസ്വാസ തരിക. വയത്തുബോ അല മഹല്ലിഹ, അവിടെയാണ് തിജാനികൾക്ക് സീല് പതിക്കപ്പെട്ടത്. ലി അല്ലാ യജിദു സബീലൻ ഇലൽ വസ്വസ, യഥാർത്ഥ തിജാനിയാണെങ്കിൽ അവിടെ ശൈത്താൻ അവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി ഉണ്ടാവില്ല. കാരണം അവിടെ സീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഡോർ സീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റും ഇല്ല. അതേപോലെ അവിടെ സീൽ ചെയ്യപ്പെട്ടതുകൊണ്ട് ശൈത്താൻ ശരിക്കും അവനെ വസ്വാസാക്കാൻ, ഇടത്തെ ഭാഗത്തോട് വസ്വാസാക്കാൻ സാധിക്കൂല. എന്താ കാരണം കൂടി പറയണ്ട, അതാ കുറച്ചും കൂടി രസകരമായ കാര്യം. ഫകുല്ലു സാഹിബിൻ മിൻ അസ്ഹാബിഹി റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട എല്ലാവരും, അതായത് തിജാനികളെല്ലാവരും യഥാർത്ഥ തിജാനികളാണെങ്കിൽ അസ്ലമ ഷെയ്ത്താനുഹു, അവൻ്റെ ഷെയ്ത്താൻ മുസ്ലിം ആയിരിക്കും. അതായത് അവന് എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഷെയ്ത്താൻ ഉണ്ട്, കരീൻ. എല്ലാവർക്കും അള്ളാഹു ഒരു അവനെ പടയ്ക്കുന്ന കൂടെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു ഷെയ്ത്താനെയും പടച്ചിട്ടുണ്ട്. എന്നാൽ തിജാനിൻ്റെ ഷെയ്ത്താൻ അസ്ലമ, അവൻ മുസ്ലിം ആയിരിക്കും. എന്തുകൊണ്ട് മുസ്ലിം ആവാനുള്ളൊരു കാരണം ഉണ്ടല്ലോ. അത് കാരണം എന്താ? ലിയൈസിഹി മിനൽ അഗ്വാഇഹി, കാരണം അവന് തിജാനിൻ്റെ കൂടെയുള്ള ശൈത്താന് ഒരുപാട് പ്രലോഭനങ്ങൾ നടത്തി നോക്കുന്നുണ്ടാവും. ഈ അടുത്ത ഭാഗത്തെ ചമ്മലിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ കുശുകുശു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ആ കുശുകുശു ഒന്നും ഈ തിജാനി കേൾക്കൂല, നിരാശപ്പെടും. ആ നിരാശപ്പെട്ടിട്ടാണ് മുസ്ലിം ആവണത്. വി തജറുദിഹി
മിനൽ ഹുദൂദില്ലത്തി ഹിയ മഈശത്തുഹു. എന്തുകൊണ്ടാണ് നിരാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മൂപ്പർ കേൾക്കാത്തത്? കാരണം ശൈത്താൻ്റെ മഈശത്താവുന്ന താല്പര്യങ്ങളെ തൊട്ട് തിജാനി ഒഴിവായിരിക്കും. അതായത് ശൈത്താൻ എന്താ പ്രലോഭിപ്പിക്കാൻ പറ്റുക? ഒന്നെങ്കിൽ ദുനിയാവിൻ്റെ വിഷയത്തിലുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ, ഇത് അത് വേണം, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പരലോകവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും മക്കാമുകളോ ദർജകളോ ഫത്തുഹോ ഇങ്ങനെ മാരിഫത്ത് അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ഇതൊക്കെ താല്പര്യങ്ങളാണല്ലോ. ഈ താല്പര്യങ്ങളുടെ വിഷയത്തിലല്ലേ ശൈത്താൻ നമുക്ക് വസ്വാസാക്കാൻ പറ്റൂ? കാരണം അവിടെയാണ് ശൈത്താൻ ജീവിക്കുന്നത്, ആ താല്പര്യങ്ങളുടെ ലോകത്ത്. യഥാർത്ഥത്തിൽ തിജാനിയാണെങ്കിൽ അവനൊരു താല്പര്യമില്ല. അവന് ദുനിയാവിലൊന്നും ആഗ്രഹിക്കുന്നില്ല, പരലോകവും ആഗ്രഹിക്കുന്നില്ല, മക്കാമുകളോ ദർജകളോ ആയി ആഗ്രഹിക്കുന്നില്ല. അവൻ അള്ളാഹിനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അള്ളാഹിൻ്റെ ഉബൂദിയത്തിൽ നിലനിൽക്കാമെന്ന് മാത്രമേ അവൻ്റെ കൊതിയുള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ശൈത്താൻ അവിടെ ഒരു ഓഹരിയില്ല. ശൈത്താൻ എന്ത് പറഞ്ഞിട്ട് അവനെ പ്രലോഭിപ്പിക്കുക? ഒരാൾ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അവന് പ്രലോഭിപ്പിക്കാൻ പറ്റുള്ളൂ. ഫലമ്മ അൽജമഹുല്ലാഹു കരീനൻ. അപ്പോൾ ഒരാൾക്ക് അള്ളാഹു കരീനായ ശൈത്താൻ നിശ്ചയിക്കുമ്പോൾ കരീനു ഷെയ്ത്താനിയു ലാ യബ്ഖാ ഇല്ലാ മാ ഹുദൂദി ലിയജിദു മുസാഅൻ. ആ ശൈത്താനാകുന്ന ആ കരീനുണ്ടല്ലോ, ആ കരീന് നിലനിൽക്കണം പറ്റണമെന്നുണ്ടെങ്കിൽ താല്പര്യങ്ങളാവുന്ന ഒരു ഓപ്പണിങ് കിട്ടണം, ഒരു വാതിലൂടെ കയറാൻ പറ്റണം. അതിന് ദുനിയാവിൻ്റെ ആഹാരത്തിൻ്റെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടായാൽ ആ താല്പര്യത്തിൻ്റെ പൈതിലൂടെ ശൈത്താന് കയറാൻ പറ്റും. ഫലമ്മ ജറദഹുല്ലാഹു മിമ്മാ യഅരിഫുഹു അശൈത്താൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഈ ശൈത്താൻ അറിയുന്ന ഈ വഴിയിൽ നിന്ന് അവനെ സ്വതന്ത്രമാക്കിയാൽ, മിൻ ഹുദൂദി ദുനിയ വൽ ആഖിറ, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെയും ആഗ്രഹങ്ങളെ തൊട്ട് അവനെ അള്ളാഹു സ്വതന്ത്രനാക്കിയാൽ, ബഖിയൽ ഖരീനു ഖരീനൻ ബിബഹരി സഫാഇൻ നൂരി. അപ്പോൾ അവൻ എന്തായിത്തീരും? കരീന് പരിശുദ്ധിയുടെ സാഗരത്തിൽ അവശേഷിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവും. കാരണം ഒരു ഡോർ ഏതിലൂടെ പോയി കഴിഞ്ഞാലും ആ ഡോറിലൂടെ ഒന്നും കയറാനുള്ള ഒരു സ്ഥലം കാണാൻ പറ്റൂല. അങ്ങനെ ഫഖ്തറക ഖദ്റുഹു വ ഹുബ്സുഹു, അങ്ങനെ ശൈത്താൻ്റെ മാലിന്യവും ദുഷ്ടതകളും ഒക്കെ കരിഞ്ഞു പോവും. വൻഖലബ മുഅ്മിനൻ ലാഹിറൻ ബിഖഹരി, അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ അവൻ മുഅ്മിനായിത്തീരും. അപ്പോൾ ഒരു ശൈത്താന് ഒരു തിജാനി, യഥാർത്ഥ തിജാനിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ, അവൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ വസ്വാസാക്കാൻ ഇങ്ങനെ നോക്കും. വസ്വാസാൻ നോക്കുമ്പോൾ ദുനിയാവിൻ്റെ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഒരു തിജാനിക്ക് ഉണ്ടാവില്ല. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കണത്, അത് ഇതൊക്കെ എനിക്ക് സംഭവിച്ചില്ലേ, ഈ അസുഖം വന്നില്ലേ, ഈ പ്രയാസം വന്നില്ലേ, നീ എന്താണ് ഇങ്ങനെ നടക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊന്നും ആവശ്യമില്ല, പ്രയാസം വന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിലൂടെ നമ്മളെ ശൈത്താൻ വസ്വാസാക്കാൻ പറ്റില്ല. പരലോകത്തിനെ പറ്റി പറയും, അത് നേട്, ഇത് നേടാൻ ചെയ്യുക, അത് നേടാൻ ചെയ്യുക, അങ്ങനെ തുടങ്ങി ആഖിറത്തിൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു തരും. അപ്പോഴും നമ്മളതിൽ ആഗ്രഹിക്കില്ല, യഥാർത്ഥത്തിൽ തിജാനികളാണെങ്കിലും കേട്ടോ. അതുപോലെ മക്കാമുകളും ദർജകളും ഒക്കെ പറഞ്ഞു തരും. അതൊക്കെ അതുപോലെ കറാമത്തുകളും കശ്ഫും ഒക്കെ തേടാൻ നമ്മളോട് പറയും. അതൊന്നും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല യഥാർത്ഥ തിജാനികളാണെങ്കിൽ. അപ്പോൾ പിന്നെ ലാസ്റ്റ് കഷ്ടപ്പെട്ട് മൂപ്പര എല്ലാ പണികളും അവിടെ അവസാനിക്കും. എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ പിന്നെ മൂപ്പർക്ക് നിർബന്ധിത അവസ്ഥയിൽ മുഅ്മിനാവല്ലാതെ രക്ഷ ഉണ്ടാവില്ല. ലിഅന്നഹു ആയിറ വാജിദിൻ സബീൻ ഇലാ ഹുറൂബി മിൻ നൂരിഹി. അതുകൊണ്ട് തന്നെ ആ ശൈത്താന് ഈ ഒരു പ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവില്ല. ലിഅന്നഹു മുൽജമുൻ ബിഹി, അവൻ അതുമായിട്ട് എന്ത് ചെയ്തായിരിക്കും, അവന് അതുമായിട്ട് ഒട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. ഫഅസ്ലമ വലാ യഅമുറു ഇല്ലാ ബിഖൈർ, അങ്ങനെ അത് മുസ്ലിം ആവുകയും നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒന്നും പറഞ്ഞു തരാതിരിക്കുകയും ചെയ്യും. അതായത് നല്ലത് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അങ്ങനെ ആ ശൈത്താൻ മുസ്ലിം ആവുകയും നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരികയും ചെയ്യും. ഫഫ്ഹം വലാ തൽതഫിത് ലി ഐരി ഷെയ്ഖ്, ഇവിടെയും ഷെയ്ഖിലേക്ക് മാത്രമേ തിരിയാവൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പോയിന്റിൻ്റെ കാരണം പറഞ്ഞുതരാം. എന്താ അറിയോ? ഫഫ്ഹം, നിങ്ങൾ ചിന്തിക്കേ, വലാ തൽതഫിത് ലി ഐരി ഷെയ്ഖ്, നിങ്ങളെ ഷെയ്ഖ് അല്ലാത്ത ഒരാളിലേക്ക് നിങ്ങൾ മടങ്ങല്ലേ. കാരണം ഫൈന്നക ലാ തഅരിഫു ഹൽ അസ്ലമ ഷൈത്താനുഹു അംല, നിങ്ങൾ വേറൊരു ഷെയ്ഖിലേക്ക് പോയി എന്ന് കരുതുക. നിങ്ങൾക്കറിയോ ആ ഷെയ്ഖിൻ്റെ കൂടെയുള്ള കരീനുണ്ടല്ലോ, ഷെയ്ഖിൻ്റെ കൂടെയുള്ള ശൈത്താൻ, അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ലല്ലോ. യഥാർത്ഥ തിജാനിയാണോ
ആ തിജാനിൻ്റെ കൂടെയുള്ള ശൈത്താൻ മുസ്ലിമായിട്ടുണ്ടാവും. അതുകൊണ്ട് അവനെ അത് നന്നാക്കല്ലാതെ മോശമാക്കില്ല. അതേസമയം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വേറൊരു ഷെയ്ഖിലേക്ക് പോയാൽ ആ ഷെയ്ഖിൻ്റെ കൂടെയുള്ള ശൈത്താൻ മുസ്ലിം ആയോ ഇല്ല നിങ്ങൾക്കറിയില്ല. കാരണം ആ ഷെയ്ഖ് നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, സംഭവമൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഉള്ളിലൂടെ ശൈത്താൻ വസ്വാസാക്കാൻ പറ്റും ആ ഷെയ്ഖിനെ, എപ്പോഴും വഴിതെറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷെയ്ഖിലേക്ക് അല്ലാതെ തിരിയാൻ പാടില്ല. വഖദ് അലിംത അന്ന ശയാതീനൽ ഫുഖറാ അസ്ഹാബു സയ്യിദിന അസ്ലമു അലാ ഐദീഹിം. ഇവിടെ നിങ്ങൾ അറിഞ്ഞല്ലോ എന്ത്, സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ യഥാർത്ഥ ശിഷ്യന്മാർ, യഥാർത്ഥ മുരീദന്മാർ, അവർക്ക് അവരുടെ കൂടെയുള്ള ശൈത്താന്മാർ മുസ്ലിങ്ങൾ അവരെ കൈകൊണ്ട് മുസ്ലിങ്ങളായിട്ടുണ്ട്. ഫതതഹറ മൻ ഹാലതഹും, അവർ സ്വയം ശുദ്ധീകരിക്കപ്പെട്ടവരും അവരോട് ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവരുമാണ്. അഫി അദ്കാറ ത്വരീഖത്തു കിഫായത്തുൻ, കാരണം നമ്മൾ ത്വരീഖത്തിൻ്റെ ഔറാദ് ഉണ്ടല്ലോ, കിഫായത്തിന് അത് മതിയായതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ത്വരീഖത്തിൻ്റെ ഔറാദ് ഒരാൾ യഥാർത്ഥത്തിൽ കൊണ്ടെടുക്കാൻ നിബന്ധനകളൊക്കെ ശരിക്കും പാലിച്ചിട്ടാ, സംശയത്തോടു കൂടിയല്ല, യഥാർത്ഥത്തിൽ എല്ലാ നിബന്ധനകളും പാലിച്ച് ആരെങ്കിലും തിജാനി ത്വരീഖത്തിൻ്റെ ഔറാദ് കൊണ്ടെടുക്കുകയാണെങ്കിൽ അത് മതിയവന്, കിഫായത്തുൻ, അവന് അത് മതിയായതാണ്. വഫി റിജാലിഹ കിഫായത്തുൻ, ഈ ത്വരീഖത്തിൻ്റെ ആളുകൾ നിങ്ങൾക്ക് മതിയായതാണ്. ഇതിൻ്റെ മഹാന്മാരായ മഹത്തുക്കളായ ഖുലഫാക്കളുണ്ട്, അവർ നിങ്ങൾക്ക് മതിയായതാണ്. ഫഇന്നക തുഅതാ ഫിൽ വിർദിൽ ലാസിം ഇദാ ദക്കർതഹു, നിങ്ങൾ ചൊല്ലുന്ന വിർദുൽ ലാസിം ഉണ്ടല്ലോ, രാവിലെയും വൈകുന്നേരം ചൊല്ലുന്ന വിർദുൽ ലാസിം, വലീഫ, ഇതൊക്കെ അതിലൂടെ നിങ്ങൾക്ക് നൽകപ്പെടും. മൻ ലം യുഅതാ മൻ ഖബ്ലക്, നിങ്ങൾക്ക് മുമ്പൊന്നും നൽകപ്പെടാത്ത ആത്മീയമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടും. ആ വിർദുൽ ലാസിമൊക്കെ വെറുതെ ചൊല്ലിങ്ങനെ തള്ളിവിടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, അതിലേക്ക് ശ്രദ്ധിക്കണം, അതിൻ്റെ അദബുകൾ പാലിക്കണം, അതിൻ്റെ മര്യാദകൾ സൂക്ഷിക്കണം, ഒരു ദിക്ർ പോലും ഒഴിവാക്കരുത്, വലീഫ അതുപോലെ തന്നെ കൊണ്ടെടുക്കണം. ഇങ്ങനെ നമ്മൾ കൊണ്ടിടുന്നാൽ നിങ്ങൾക്ക് നൽകപ്പെടും. മൻലം യുഅതഹു മൻ ഖബ്ലിക്, നിങ്ങൾക്ക് മുമ്പൊന്നും നൽകപ്പെടാത്തത്. മിൻ തമാമിൽ സഫാഇ വ കമാലിൽ റിളാ, മറ്റ് മഹാന്മാരായ തിജാനികൾക്ക് മുമ്പുള്ള മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകാത്ത ഹൃദയത്തിൻ്റെ പരിശുദ്ധി, ആ മഹത്തുക്കളായ ആളുകൾക്കൊന്നും നൽകാത്ത സംതൃപ്തി, അത് അള്ളാഹു നിങ്ങൾക്ക് ഈ ത്വരീഖത്തിൻ്റെ ഔറാദ് കൊണ്ടെടുക്കുന്നതിലൂടെ നൽകും. ഫലാ തഖറബ് ദിക്റൻ വലാ ഹിസ്ബൻ മിൻ അഹ്സാബിൽ മശായിഖ്, അതുകൊണ്ട് തന്നെ മറ്റ് ത്വരീഖത്തിൻ്റെ അഹ്ലുകാരുടെ ദിക്റോ ഹിസ്ബോ അതുപോലെ തന്നെ മശായിഖന്മാരുടെ അഹ്സാബുകളോ ഒന്നും കൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കരുത്. അതായത് മറ്റു ത്വരീഖത്തിൻ്റെ ഒരുപാട് ദിക്റുകൾ ഉണ്ടാവും. നമ്മളെ കിതാബിൻ്റെ ഏട്, നമ്മുടെ നാട്ടിൽ അതൊരു ട്രെൻഡാണ്. ഈ കിതാബിൻ്റെ ഏട് വാങ്ങുക, ഈ ഔറാദുകളെ ഏട് വാങ്ങുക, ആ ഏടിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. നമുക്കറിയില്ല ഇത് ത്വരീഖത്തിൻ്റെ ഔറാദാണല്ലേ, വിശ്വാസങ്ങൾ പഠിപ്പിച്ചാണ്, അങ്ങനെ ചൊല്ലും. അധികവും 90% അത് ഔറാദ് മശായിഖന്മാരുടെ ഔറാദുകളാണ്, അവരുടെ ത്വരീഖത്തിൻ്റെ ദിക്റുകളാണ്. അത് നമ്മളങ്ങനെ ചൊല്ലും. അങ്ങനെ ചൊല്ലുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റൂല. കാരണം നിങ്ങൾ വേറൊരു ത്വരീഖത്തിൻ്റെ ഔറാദോ ഹിസ്ബോ ഒന്നും ചൊല്ലാൻ പറ്റൂല. വലാ തുവസ്സല മിൻ തവസ്സുലാത്തിഹിം, അവരെ കൊണ്ട് നിങ്ങൾ തവസ്സുലാക്കാൻ പറ്റൂല. ഇല്ലാ ഇതിന് മിൻ ഷെയ്ഖിക്ക്, നിങ്ങളെ ഷെയ്ഖിൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ, അതായത് നിങ്ങളെ ഷെയ്ഖിൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ ഈ ഹിസ്ബുകളൊന്നും കൊണ്ടെടുക്കരുത്. അതിനർത്ഥം നമ്മൾ ത്വരീഖത്തിൽ അവരുടെ ഹിസ്ബുകളൊന്നും ഇല്ല എന്നല്ല. ഇപ്പോൾ ഹിസ്ബുൽ ബഹർ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം നൽകിയതാണ്. അതേ ഹിസ്ബുൽ ബഹർ സയ്യിദുന ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾക്കും പ്രസ്വാസങ്ങൾ സമ്മതം നൽകിയിട്ടുണ്ട്. അത് നമ്മൾ കൊണ്ടെടുക്കാം. അത് ഷാദിലി ഇമാം ചൊല്ലിയതായിരുന്നു എന്ന് വെച്ച് ചൊല്ലാൻ പാടില്ല എന്നില്ല. നമ്മൾ ശൈഖിൻ്റെ സമ്മതത്തോടു കൂടി ചെല്ലണം. അതുപോലെ അസ്മാഉൽ ഇദ്രീസിയ, അതുപോലെ തന്നെ ഹിസ്ബുൽ വിഖായ, ഹിസ്ബു സൈഫി, തുടങ്ങിയ ഒരുപാട് ഹിസ്ബുകളും ഔറാദുകളും നമ്മൾ മശായിഖന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ശൈഖ് അഹ്മദ് തിജാനി തങ്ങൾ ആദ്യമായി കൊണ്ടുവന്നതല്ല, മറ്റു മശായിഖന്മാർക്ക് റസൂലുള്ളാഹിങ്ങൾ കൊടുത്തത് തന്നെയാണ്. അത് അഹ്മദ് തിജാനി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ സമ്മതത്തോടു കൂടി നമ്മൾ വാങ്ങണം, ചൊല്ലണം. അല്ലാതെ നമ്മൾ സ്വയം ചൊല്ലുന്ന പരിപാടി ഉണ്ടാവരുത്. നമ്മൾ ശൈഖിൻ്റെ സമ്മതത്തോടു കൂടി അല്ലാതെ അത് ചൊല്ലുകയും ചെയ്യരുത്. വഖദ് തറക്കലക്കനോ നവാബുഹു ഇലാ യൗമിൽ ഖിയാമ, കാരണം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഖലീഫമാരായിട്ടുള്ള അവിടുത്തെ മന്ത്രിമാരെ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവരിലൂടെയൊക്കെ നമുക്ക് ശൈഖിലേക്ക് എത്തിച്ചേരാം. വലാ തതഅല്ലഖ ബിഖവാസിൽ അദ്കാർ, അതുപോലെ തന്നെ നിങ്ങൾ ദിക്റുകളുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെടുകയും ചെയ്യരുത്. അത് ദിക്റുകൾക്കൊക്കെ പ്രത്യേകമായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും.
ആ ദിക്റുകളുടെ പ്രത്യേകതകളിലേക്ക് നിങ്ങളിങ്ങനെ ആ ഗുണങ്ങൾ പ്രതീക്ഷിച്ച് ഈ ഗുണം പ്രതീക്ഷിച്ചാവുന്ന ഓരോന്നും ചെയ്യാൻ നിൽക്കരുത്. ഫൈന തഅല്ലുഖ ബിൽ ഖവാസി യുഖ്രിജു ത്വരീഖത അൻ ഹദ്ദിഹ. കാരണം ആരെങ്കിലും ഓരോ ദിക്റുകളുടെ പ്രത്യേകതകളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ത്വരീഖത്തിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കാതെ പെടും. അതായത് യഥാർത്ഥ ത്വരീഖത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്ന പോലെ ഉണ്ടാവും. അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഇങ്ങനെ തേടിപ്പോയാൽ. എന്നാൽ അതിനൊരു ഗുണവും ഇല്ല എന്നല്ല ഇനി പറയുന്ന ഭാഗം ശരിക്കും മനസ്സിലാക്കിയാൽ അത് ഈ കാര്യം ശരിക്കും ക്ലിയർ ആവും. ഫൽ ഹവാസു ഫിൽ മിസാലിക്കൽ സന്നാ അൽ ഹറമിയ. ഈ ഔറാദുകൾക്ക് കിട്ടുന്ന പ്രത്യേകതകളുണ്ടല്ലോ, പ്രത്യേകമായപ്പോൾ നമ്മൾ ഓരോ ദിക്റിനും ഹിസ്ബുൽ ബഹറിന് ഇന്ന പ്രത്യേകതകളുണ്ട്, ഇന്ന ആവശ്യത്തിന് ചൊല്ലാം, ഇന്ന കാര്യങ്ങൾ അതുകൊണ്ട് കിട്ടും, ഹിസ്ബു സൈഫിക്ക് ഇന്ന ഇതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അത് ഏതുപോലെയാണ് നമ്മുടെ നാട്ടിൽ സുന്നാമക്കി എന്നൊക്കെ പറഞ്ഞ സാധനം എന്ന് അങ്ങനെ തന്നെയല്ലേ ഇനി പറയൽ. വയറിളകാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അത്. അതിനെ പോലെയാണ്. ഫൈൻ അക്കൽ തഹാബി കസ്ദി തുസ്ഹിലുക്ക്. ഒരാൾ അത് കഴിച്ചു, വയറിളകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് കഴിച്ചത്, അങ്ങനെയാണെങ്കിൽ അത് വയറിളകും. വൈൻ അക്കൽ തഹാ ബിലാ ഷൂരിൻ തുസ്ഹിലുക്ക്. ഇനി അത് ഉദ്ദേശമില്ല, വയറിളകാനുള്ള ഉദ്ദേശമില്ല, എന്നാലും കഴിച്ചു, എന്നാലും വയറിളകും. ഉദ്ദേശം ഉണ്ടായാലും ഇല്ലെങ്കിൽ വയറിളകും. ഫൽ ഹാസ്യത്തുൽ കുല്ലിഹാൽ. കാരണം അതിൻ്റെ പ്രത്യേകത ഏതവസ്ഥയിലും കിട്ടും. അപ്പോൾ നിങ്ങൾ ഔറാദുകൾ ഹിസ്ബുൽ ബഹർ കൊണ്ടെടുക്കുമ്പോൾ, ഹിസ്ബുൽ സൈഫി കൊണ്ടെടുക്കുമ്പോൾ, ദാരിദ്ര്യം മത്താലബ് ചൊല്ലുമ്പോൾ ശരിയാണ് അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ ആ പ്രത്യേകതകൾക്ക് മാത്രമായിട്ട് നിങ്ങൾ ചൊല്ലരുത്. അത് അള്ളാഹ്ക്ക് വേണ്ടി ചെല്ല, മശായിഹ്മാർ പഠിപ്പിച്ചു എന്ന് വിചാരിച്ച് ചെല്ല. അങ്ങനെ ചൊല്ലിയാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടും, അത് വേറെയും കിട്ടും. ഏതുപോലെ ഈ സുന്നാമക്കി കഴിക്കുന്നത് പോലെ അത് കഴിച്ചാലും ഉദ്ദേശത്തോടു കൂടി കഴിച്ചാലും ഉദ്ദേശമില്ലാതെ കഴിച്ചാലും വയറിന് ശോധന ഉണ്ടാവും. അതേപോലെ കഥാലിക്കൽ അദ്കാർ, അതുപോലെയാണ് ഈ അദ്കാറുകളും. ഫഅബുദ് റബ്ബക്ക അലാ യദി ഷെയ്ഖ്. നിങ്ങൾ ഷെയ്ഖിൻ്റെ കരങ്ങളിലൂടെ അള്ളാഹുവിനെ ആരാധിക്കണം. വതഹ്ത ഹുക്കുമിഹി. ഷെയ്ഖിൻ്റെ ഹുക്കുമിലായി നിങ്ങൾ നിലകൊള്ളണം. വഫി ഹിജ്രിഹി. ഷെയ്ഖിൻ്റെ സംരക്ഷണത്തിലായി നിങ്ങൾ കഴിയണം. വതഹ്ത വിലായത്തിഹി വതസ്രീഫിഹി. ഷെയ്ഖിൻ്റെ വിലായത്ത് സംരക്ഷണത്തിലും ഷെയ്ഖിൻ്റെ മാർഗദർശനത്തിലും ആയി നിങ്ങൾ കഴിയണം. ബിമിസ്ലിമാ അബ്ദ ബിഹി റബ്ബഹു അലാ യദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലായി എങ്ങനെയാണോ ഷെയ്ഖ് കഴിഞ്ഞത് അതുപോലെ നിങ്ങൾ ഷെയ്ഖിൻ്റെ കരങ്ങളിലായി നിങ്ങളും കഴിയണം. ബഹുവ അന്ന ഷെയ്ഖു ദക്കറ മുഅളമ അൻ ഉബിദ ബിഹില്ലാഹി അലൽ ഇത്ലാഖ്. സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹിൻ്റെ ആളുകളൊക്കെ ഇവിടെ കൊണ്ടുനടന്ന ഔറാദുകൾ ദിക്റുകളൊക്കെയിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷെയ്ഖിൻ്റെ ഔറാദുകൾ നോക്കിയാൽ മറ്റു ത്വരീഖത്തുകളിലൊക്കെ വലിയ സംഭവമായി പറയുന്ന ഔറാദുകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തിജാനി ത്വരീഖത്തിലുണ്ട്, ഏകദേശമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ദിക്റുകളൊക്കെ കൊണ്ടിരുന്നു. മിൻ അദ്കാറിൽ ഖലായിഖ്, സൃഷ്ടികളുടെ ദിക്റുകളൊക്കെ തഅബ്ബുദൻ വ തഹന്നുസൻ വ തഅല്ലുഖൻ വ തഹല്ലുഖൻ. അതിലുള്ള ഇബാദത്തുകളും ഭക്തിയും അള്ളാഹുവായിട്ടുള്ള ബന്ധവും സ്വഭാവവും ഒക്കെ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളും കൊണ്ടു നടന്നിരുന്നു. ഫലം യതഅറദ ലിശൈഇൻ ബി അമലിഹി. സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഈ അമലുകൾക്ക് വേറൊരാളോടും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബാദ തജ്രീദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാത്തിനും ഒഴിവാക്കിയതിന് ശേഷം വഅംരിഹി അൻ യുസല്ലിക അസ്ഹാബുഹു അലാ സുനനിഹി. ആ സുന്നത്തിലേക്ക് സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ശിഷ്യന്മാരെയും കൊണ്ടുവരാൻ വിശ്വാസങ്ങൾ നിർദ്ദേശം നൽകിയതിന് ശേഷവും വഹുവ തജ്രീദ്, അതെന്താണ് എല്ലാത്തിനും ഒഴിവാവലാണ്. അപ്പോൾ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ടുനടന്നിരുന്ന ഔറാദുകൾ, അതുപോലെ ഹിസ്ബുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി കൽപ്പിച്ചതാണ് ചെയ്യാൻ, അല്ലാതെ വേറെ ആരുടെ കിട്ടിയോന്നല്ല. അതുകൊണ്ട് തന്നെ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരോടും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേറെ ഒന്നിലേക്കും തിരിയാൻ പാടില്ല, വേറൊരു ദിക്റിലേക്കും തിരിയരുത്, നിങ്ങളെ ഷെയ്ഖ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ. കാലലഹു സയ്യിദ് റുജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഫലാ മിന്നത ലി മഖ്ലൂഖിൻ അലൈക്. ഒരു മഖ്ലൂഖിനും ഒരു സൃഷ്ടിക്കും നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകാനില്ല. ഒരു സൃഷ്ടി, അതായത് ഒരു സൃഷ്ടിയോട് നിങ്ങൾക്കൊരു ബന്ധമില്ല, ഒരു ആശ്രയമില്ല. ഫാന ഷെയ്ഖുക വ മുറബ്ബീക വ കാഫിലുക്. കാരണം ഞാനാണ് നിങ്ങളെ ഷെയ്ഖ്, വ മുറബ്ബീക്ക് നിങ്ങളെ വളർത്തുന്ന
നിങ്ങളെ തർബിയത്ത് ചെയ്യുന്ന ആൾ ഞാനാണ്. വഖാഫിലുക്, നിങ്ങളെ സംരക്ഷകനും ഞാനാണ്. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു വാക്കാണ് റസൂലുള്ളാഹിന്റെ ഈ വാക്ക് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ. ഫലാ മിന്നത ലി മഖ്ലൂഖിൻ അലൈക്, ഒരാളോട് ഒരു മഖ്ലൂക്ക് നിങ്ങളോടൊരു ബന്ധമില്ല കേട്ടോ. അത് എത്ര വലിയ ആയിക്കോട്ടെ, ഒരു വലിയനും നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാനില്ല. ഒരു ഉപകാരം നിങ്ങളിലേക്ക് ആ വലിയനും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഉപകാരം ചെയ്യാൻ പറ്റില്ല, ഉപദ്രവവും ആർക്കും ചെയ്യാൻ പറ്റൂല. കാരണം റസൂലുള്ളാഹി പറഞ്ഞു ഫാന, ഞാനുണ്ടല്ലോ, ഞാനാണ് ഷെയ്ഖുക്ക്, നിങ്ങളെ ഷെയ്ഖ്. മുറബ്ബീഖ്, നിങ്ങളെ മുറബ്ബിയും ഞാനാണ്. വഖാഫിലുക്, നിങ്ങളെ സംരക്ഷകനും ഞാൻ തന്നെയാണ്. ഒമിൻ ജുംലത്തിൽ മഖ്ലൂഖിൽ ഇബാദത്തു വൽ ഖവാസുൽ അദ്കാരി വസിറുൽ അദാവത്തി സിറുദ് ദഅവാതി ഫകുല്ലുഹു മുജറദും മിൻ ഖൗലിഹി ലാ മിന്നത ലി മഖ്ലൂഖിൻ അലൈക്. അപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ മിന്നത ലി മഖ്ലൂഖിൻ അലൈക്, ഒരാൾക്കും നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാനില്ല, ഒരാൾക്കും നിങ്ങൾക്ക് ഒരു അനുഗ്രഹം നൽകാനില്ല എന്ന് പറഞ്ഞതിൽ എന്തൊക്കെ വന്നു? മുഴുവൻ സൃഷ്ടികൾ വന്നു, അവരുടെ പ്രത്യേകമായ ഔറാദുകൾ വന്നു, അവരുടെ ദുആകൾ വന്നു, എല്ലാം വന്നു. അതായത് ഒരു ശൈഖിനും നിങ്ങൾക്ക് ഒന്നും നൽകാനില്ല, ഒരു ശൈഖിൻ്റെ ദിക്റിനും നിങ്ങൾക്കൊന്നും നൽകാനില്ല, ആ ദിക്റിൻ്റെ പ്രത്യേകതകൾക്കും നിങ്ങൾക്കൊന്നും നൽകാനില്ല, ആ ദിക്റുകളുടെ രഹസ്യങ്ങൾക്കും അവരുടെ ദുആകൾക്കും ഒന്നും നിങ്ങൾക്കൊന്നും ഒരർത്ഥത്തിൽ നിങ്ങൾക്കൊന്നും നൽകാനില്ല. എന്നിട്ടോ ഫഅജ്ലസുഹു, സയ്യിദുൽ വജൂദ് സലാസങ്ങൾ അവിടുത്തെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഇരുത്തി അലാ കുർസി സഫായി, പരിശുദ്ധിയുടെ സിംഹാസനത്തിൽ ഇരുത്തി. ഹൈസു ജറദ മിമ്മാ അമിലഹു, എന്നിട്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതുവരെ കൊണ്ടുനടന്ന അമലുകൾ മുഴുവൻ ഒഴിവാക്കാൻ പറഞ്ഞു. മിമ്മാ യഅലമുഹു ഇലാ മമാതി, മരണം വരെ ഇനി അവിടുന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. വഅന്നഹു ഇന്നമാ ഹുവ സബബു അംറുഹു അല്ലാഹു ഫി ബിഹി ലാ ഗൈറ, മാത്രമല്ല വഅന്നഹു ഇന്നമാ ഹുവ സബബു അംറഹു അല്ലാഹു ബിഹി ലാ ഗൈറ, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്കുള്ള സബബാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇതൊക്കെ സയ്യിദുനാ ശൈഖിലേക്ക് ശ്വാസങ്ങൾ കൊടുക്കുന്നത് എന്നും പഠിപ്പിച്ചു. വഅന്നഹു ലാ യമദ്ദു ഇല്ലാ ഹദ്റത്തു സിയാദത്തു റബ്ബാനിയായ ഹദ്റത്തിലേക്ക്, സാന്നിധ്യത്തിലേക്ക് സഹായിക്കലല്ലാതെ സയ്യിദുൽ വജൂദ് സലാസങ്ങളൊന്നും വേറെ ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ഫായറുഹ മിൻ അൻവാഇൽ അസ്ബാബി വൽ വസായിത്ത്, ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെങ്കിൽ, അതായത് എല്ലാ ശൈഖന്മാരിൽ നിന്നും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിക്റുകളും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രത്യേകതകളും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വിശ്വാസങ്ങളാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഷെയ്ഖ് മുറബ്ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ മുറബ്ബിയും ഷെയ്ഖും എന്തിനാ മുറബ്ബിയും ഷെയ്ഖും ആയത്? അള്ളാഹുലേക്കുള്ള വസീലായിക്കൊണ്ടാണ്, അള്ളാഹിലേക്ക് എത്തിക്കാനാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു തർബിയത്ത് അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തിക്കാനുള്ള തർബിയത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫായുറുഹ മിൻ അൻവാഇൽ അസ്ബാബി വൽ വസായിത്, മറ്റ് അസ്ബാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഹബാ ഉൻ യറാഹുൽ ആരിഫു ഹബാ അൻ മഹ്ദൻ, അത് ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊടിപടലത്തെ പോലെയാണ്. ഒരു ചെറിയ ആകാശത്തിലൂടെ പറന്നു പോകുന്ന ചില പൊടികളുണ്ടല്ലോ, അതിൻ്റെ വില അതിനൊക്കെ ഉള്ളൂ. ലാ യൻഫഉ വലാ യദുർ, അത് ഒരിക്കലും ഒരു ഉപകാരം ചെയ്യില്ല, ഒരു ഉപദ്രവം ചെയ്യില്ല. വലമ്മഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദ്റത്തിൽ അസ്ലിയത്തി ലികുല്ലി മഖ്ലൂഖിൻ, അതോടൊപ്പം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ റസൂലുള്ളാഹിങ്ങളെ ചേർത്തി വെച്ചു. ഒരു റസൂലുള്ളാഹിങ്ങൾ ഒരു ഹദ്റത്തിലേക്ക്, ആ ഹദ്റത്ത് സൃഷ്ടിയിലേക്ക് മൊത്തം തങ്ങൾ നൽകിയ ഒരു ഹദ്റത്താണ്. ആ ഹദ്റത്തിലേക്ക് റസൂലുള്ളാഹിങ്ങൾ അമ്മത്തി തങ്ങൾ ചേർത്തി വെച്ചു. അല്ലത്തി ലാ യസ്രി ഫി അല്ലാഹു ഇലാ ഖൽഖി ഇല്ലാ മിൻഹ, എന്താ ഹദ്റത്തിൻ്റെ പ്രത്യേകത? ആ ഹദ്റത്തിലൂടെ അല്ലാതെ സൃഷ്ടിയിലേക്ക് ഒന്നും കടന്നു പോകില്ല അള്ളാഹിൻ്റെ അടുക്കുന്ന. അപ്പോൾ അള്ളാഹിൻ്റെ അടുക്കുന്ന സൃഷ്ടിയിലേക്ക് കടന്നു പോകുന്നതൊക്കെ റസൂലുള്ളാഹിങ്ങളുടെ അടുത്തോടെയാണ്. ആ ഹദ്റത്തിൻ്റെ അടുത്തേക്ക് നേരെ അഹമ്മദ് ജാൻ തങ്ങളെ വെച്ചു. ബിഹസബി തർത്തീബി മംലകതിഹി ഫീഹി ലാ ഗൈറ, ബിഹസബി തർത്തീബി മംലകതി, ഇതാണ് എന്തിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹിങ്ങൾ അങ്ങനെ വെച്ചത്? ഇത് അള്ളാഹുവിൻ്റെ തർത്തീബാണ്, അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ ഒരു തർത്തീബാണ്. ഇങ്ങനെ എന്ത് അള്ളാഹുവിൽ നിന്ന് എല്ലാ കാര്യവും റസൂലുള്ളാഹിങ്ങളിലേക്ക്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നേരെ അഹമ്മദ് ജാൻ തങ്ങളിലേക്ക് ഒഴുക്കി എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഒരു തർത്തീബാണ്. ഫഖാല ലഹു, എന്നിട്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ,
അന ഷെയ്ഹുക്ക വ മുറബ്ബീക വ കാഫിലുക്ക്, ഞാനാണ് നിങ്ങളെ ഷെയ്ഖ്, വ മുറബ്ബി നിങ്ങളെ മുറബ്ബി, വ കാഫിലുക്ക് നിങ്ങളെ സംരക്ഷകനൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞു. ഫഷേഹു മൻ യുൻഹിദുക ഇലാ ഹദറത്ത് റബ്ബിക ഹാലുഹു, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരാളെ റബ്ബിൻ്റെ ഹദറത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് അവരുടെ ഹാലുകൊണ്ട്. വയദുല്ലുഖു അലല്ലാഹി മഖാലുഹു, അള്ളാഹുവിലേക്ക് സൂചന നൽകുന്നവരാണ് സംസാരം കൊണ്ട് അള്ളാഹുലേക്ക് സൂചിപ്പിക്കുകയും ഹാലുകൊണ്ട് അള്ളാഹുലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ്. വ മുറബ്ബി അൽ മുഖല്ലഫു ബിസ്സിയാസത്തി വ തദ്രീബ്, അപ്പോൾ മുറബ്ബി ആരാണ്? മുറബ്ബി എന്ന് പറയുന്നത് ബിസ്സിയാസത്തി വ തദ്രീബ്, പരിശീലനത്തിനും അതുപോലെ തന്നെ ആത്മീയമായ പരിശീലനത്തിനും ഒക്കെ ചുമതലപ്പെടുത്തപ്പെട്ട ആളാണ്. ഒരു മുരീദിനെ ആത്മീയമായ പരിശീലനം നടത്തി റബ്ബിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരാളാണ് മുറബ്ബി. വഖാഫിലു മുഖല്ലഫു ബിൽ ഹിഫ്ലി വ തർഷീദ്, എന്നാൽ കാഫിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സംരക്ഷകൻ ആരാണ്? അൽ മുഖല്ലഫു ബിൽ ഹിഫ്ലി വ തർഷീദ്, ആ മാർഗദർശനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ചുമതല നൽകപ്പെട്ടവനാണ്. വകദാലിക അൻത അയ്യുഹൽ മുരീദ്, അതുകൊണ്ട് ഓ മുരീദേ, ലാ മിന്നത ലി മഖ്ലൂഖിൻ അലൈക്, ഷെയ്ഖിനോട് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ തന്നെ ലാ മിന്നത ലി മഖ്ലൂഖിൻ അലൈക്, ഒരു മഖ്ലൂഖിനും ഒരു സൃഷ്ടിക്കും നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകാനില്ല കേട്ടോ. മിൻ ദിക്രിൻ, എന്ത് അനുഗ്രഹം? മിൻ ദിക്രി, ഒരു ദിക്റിൻ്റെ അനുഗ്രഹം. വഹാസിയത്തിൻ, അതിൻ്റെ പ്രത്യേകതകളോ. വ സബബി വ ഇബാദത്തി വ തവജ്ജുഹ്, ഇബാദത്തിൻ്റെയോ അതുപോലെ സബബുകളുടെയോ തവജ്ജുഹിൻ്റെയോ ഒരു സഹായവും നിങ്ങൾക്ക് ഒരു വലിയനും നൽകാനില്ല, ഒരു മഹ്ലൂക്കിനും നൽകാനില്ല. വഅഖലൻ ആദമി വ ബഹീമി വഖൽബിൻ വ ആദമി ബഹീമി, ആദമീയായ മാനസികമായ സ്വഭാവത്തിൽ നിന്നോ മൃഗീയമായ സ്വഭാവത്തിൽ നിന്നോ കൽബിൽ നിന്നോ അതുപോലെ തന്നെ ബുദ്ധിയിൽ നിന്നോ ഉള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ഒരാൾക്കും ഒന്നും നൽകാനില്ല. വഹുദൂരിൻ വ സുഹുദിൻ വ ഐരിഹി, അതുപോലെ തന്നെ മനസാന്നിധ്യത്തിൽ നിന്നോ ലൗകികമായ പരിത്യാഗത്തിൽ നിന്നോ അതുപോലുള്ള മറ്റു കാര്യങ്ങളിൽ നിന്നോ ഒന്നും നിങ്ങൾക്ക് ആർക്കും ഒന്നും നൽകാനില്ല. മിൻകുല്ലി മഹ്ലൂക്കിൻ ഇല്ലാ ഷെയ്ഖ്, നിങ്ങളെ ഷെയ്ഖിനല്ലാതെ ആർക്കും നിങ്ങൾക്ക് ഒന്നും നൽകാനില്ല. അല്ലദീ ആതൈത ലഹു അഹദൻ, എങ്ങനത്തെ ഷെയ്ഖാണ് നിങ്ങളുടെ ഷെയ്ഖ്? നിങ്ങൾ ഉടമ്പടി ചെയ്ത ഷെയ്ഖ്. ആരാണ് നിങ്ങൾ ഉടമ്പടി ചെയ്ത ഷെയ്ഖ്? വഹുവ സയ്യിദുന വ മൗലാന അഹമ്മദ് ബിൻ മുഹമ്മദ് അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു, നിങ്ങളെ ഷെയ്ഖ് സയ്യിദുന മൗലാന അഹമ്മദ് ബിൻ മുഹമ്മദ് അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. വഹുവ ഷെയ്ഖുക വ മുറബ്ബീക വ ഖാഫിലുക്, ആ സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് നിങ്ങളെ ഷെയ്ഖ്. ആ മഹാനവറുകളാണ് നിങ്ങളുടെ മുറബ്ബി, മഹാനവറുകൾ തന്നെയാണ് നിങ്ങളുടെ സംരക്ഷകൻ. ഫലാ തൻസുബു ഷൈഅൻ മിമ്മാ അക്രമകല്ലാഹു ബിഹി ലിഐരി, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബഹുമതികളിൽ നിന്നൊന്നും നിങ്ങൾ മറ്റൊരാളുകളിലേക്ക് ചേർത്തി പറയരുത് കേട്ടോ. അള്ളാഹു ആ മഹാനിലൂടെ നിങ്ങൾക്ക് നൽകിയ ഒരു ഉന്നതിയും നിങ്ങൾ മറ്റൊരാളിലേക്ക് ചേർത്തി പറയരുത്. എങ്ങനത്തെ ഉന്നതി? മിൻ ഇബാദതിക വ സ്വലാത്തുൽ ഫാത്തിഹി വൈരിഹാ മിമ്മാ ഫൗഖഹാ, നിങ്ങളെ ഇബാദത്തുകളിൽ നിന്ന്, സ്വലാത്തുൽ ഫാത്തിഹിൽ നിന്ന്, അതുപോലുള്ള മറ്റു കാര്യങ്ങളിൽ നിന്ന്, അല്ല അതിനേക്കാൾ വലിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വേറെ ആളിലേക്ക് നിങ്ങൾ ചേർത്തി പറയരുത്. വഹുദൂരിൻ വസുഹുദിൻ വൈറദാലിക്ക, അതുപോലെ തന്നെ മനസാന്നിധ്യം കൊണ്ടും ലൗകികമായ പരിത്യാഗം കൊണ്ടും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ കൊണ്ടും അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കാര്യങ്ങൾ നിങ്ങളെ ഷെയ്ഖല്ലാത്ത ഒരാളിലേക്ക് നിങ്ങൾ ചേർത്തി പറയരുത്. ഫഇന്ന ഹാദൽ ബിശാത ഹുവല്ലദീ ഖാല ഫീ റളിയല്ലാഹു അൻഹു, ഈ ഒരു മഖാമിൽ നിന്നുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത്, സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, മിൻ അജലിനാ വലില്ലാഹിൽ ഹംദ്. മഹാനവറുകളോട് ചോദിച്ചല്ലോ, ഒരു തിജാനിക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തും നൽകുന്ന വലിയ വലിയ പദവികളൊക്കെ എണ്ണപ്പെട്ടപ്പോൾ ഈ പദവികളൊക്കെ അവർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവർ സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയത് കൊണ്ടാണോ? ഖുർആൻ അധികരിച്ച് ഓതിയത് കൊണ്ടാണോ? ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ടാണോ അവർക്ക് അതൊക്കെ കിട്ടിയത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അല്ല, അതുകൊണ്ടൊന്നും അല്ല കിട്ടിയത്, എന്നെ കൊണ്ടാണ് അവർക്ക്, എൻ്റെ മുരീദായി എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുരീദിന് അള്ളാഹു നൽകുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, ഒരു മുരീദെത്തിയ ഏതൊക്കെ ആത്മീയമായ മക്കാമുകളുണ്ടോ, ഒരു മുരീദിന് സാധിക്കുന്ന എന്തൊക്കെ അമലുകളുണ്ടോ, അതൊക്കെ തന്നെ അവൻ്റെ ഷെയ്ഖിലേക്ക് ചേർത്തിയിട്ടാണ് പറയേണ്ടത്. മറ്റൊരാളിലേക്ക് അവൻ ചേർത്തി പറയാൻ പാടില്ല. അതുകൊണ്ട് വയ്യാക്ക മിൻ റുക്കൂനിലായി,
നിങ്ങൾ സൂക്ഷിക്കണം. മിൻ റുക്കൂനിയില ആയിരി, മറ്റൊരു ഷെയ്ഖിലേക്ക് തിരിയുന്നത് തൊട്ട്, മറ്റൊരു ഷെയ്ഖിലേക്ക് ചാഞ്ഞു പോകുന്നത് തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന്നഹു ജഹലുൻ ബിഖദ്രിഹി വബി ഹുർമതിഹി, അത് സയ്യിദ്നാ ശൈഖുൽ തങ്ങളുടെ സ്ഥാനത്തിനോടും ബഹുമതിനോടും മഹത്വത്തോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ജഹലാണ്, വലിയ അജ്ഞതയാണ്. സയ്യിദ്നാ ശൈഖുൽ തങ്ങളെ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും വേറൊരാളിലേക്ക് തിരിയുന്നത് സയ്യിദ്നാ ശൈഖുൽ തങ്ങളെ ആക്കാത്തതിനും തുല്യമാണ്. അവിടുത്തെ ആ സാന്നിധ്യത്തിനോട്, അവിടുത്തെ ആ മഹത്വത്തിനോടുള്ള വലിയ അനാദരവാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ലാ തർഖുനു ഇല്ലല്ലദീന ദലമു, നിങ്ങൾ ദുൽമ ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചായരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫറുക്കൂനുക ലിശൈഹിക റുക്കൂൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഷെയ്ഖിലേക്ക് നിങ്ങൾ ചായുന്നത് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നിങ്ങൾ ചായുന്നത് പോലെയാണ്. റുക്കൂൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂൻ ഇല ഹദ്റത്ത് സയ്യിദിക ഹഖ് ജല്ല വഅല, ഹഖ് സുബ്ഹാനഹു തആലയ്ക്ക് തിരിയുന്നത് പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നിങ്ങൾ തിരിയുന്നത്. മയ്യുതഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹു റസൂലിനെ അനുസരിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അതാ അല്ലാഹ്, അവർ അള്ളാഹുവിനെ അനുസരിച്ചു. റുക്കൂനില ആയിരി നബീക റുക്കൂനില ആയിരില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ഒരാളിലേക്ക് തിരിയുന്നത് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുന്നതിനെ പോലെയാണ്. റുക്കൂനില ആയിരില്ലാഹി ദുൽമുൻ, അള്ളാഹു അല്ലാത്തതിലേക്ക് നിങ്ങൾ തിരിയുന്നത് വലിയ അക്രമമാണ്. അപ്പോൾ ഷെയ്ഖ് അല്ലാത്തതിലേക്ക് ഒരാൾ തിരിഞ്ഞാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഒരാളിലേക്ക് തിരിഞ്ഞവനെ പോലെയായി. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഒരാളിലേക്ക് തിരിഞ്ഞാൽ അവൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞവനെ പോലെയായി. വൈറുല്ലാഹി ദുൽമുൻ ഇൻ കതഅക്, അള്ളാഹു അല്ലാത്ത ഒന്നിലേക്ക് തിരിയുന്നത് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് മുറിച്ചു കളയുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപരാധമാണത്, വലിയ അക്രമമാണത്. അള്ളാഹു അല്ലാത്ത ഒന്നിലേക്ക് നിങ്ങൾ തിരിയുന്നത് കൊണ്ട് അത് അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ മുറിച്ചു കളയും, അതുകൊണ്ട് തന്നെ അത് വലിയ അക്രമമാണ്. ഫഖദ് ജറത് ആദത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ആദത്തുകൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെന്താണ്? ഈ ഒരു രീതി ഫോളോ ചെയ്യലാണ്. അന്ന കുല്ല മൻ ഖതാ അബീദുഹു അൻ ഹദ്റതിഹി ളാലിമുൻ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവൻ്റെ അടിമനെ മുറിച്ച് കളയുന്നത് എന്തോ അതൊക്കെ അക്രമമാണ്. ഫന്നാറുഹുന നാറുൽ ഖതീഅതി, ഇവിടെ ആ നരകമാണെന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞു പോകുന്നൊരു നരകമാണ്. വഹി അശദ്ദുന്നാർ, അത് ഏറ്റവും ഭീകരമായ നരകമാണ്. അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയുന്ന, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ സാധിക്കാത്ത, അള്ളാഹുവിൽ നിന്ന് മറവീണ അവസ്ഥയിലായിട്ടുള്ള ഒരു നരകമുണ്ട്. ആ നരകം യഥാർത്ഥ നമ്മൾ തീയിൻ്റെ നരകത്തിനേക്കാളും കഠിനമായ നരകമാണ്. അപ്പോൾ ആരെങ്കിലും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളല്ലാത്ത വേറെ ആളിലേക്ക് തിരിഞ്ഞാൽ അവൻ അതിലൂടെ അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞു പോയ അവസ്ഥയിലുള്ള ഒരു നരകത്തിലേക്കാണ് എടുത്തു ചാടിയിട്ടുള്ളത് എന്നാണ് ശൈഖുകൾ ഇവിടെ പറയുന്നത്. ഫകുല്ലുമാ ഇന്ദക ഖബ്ല ദുഹൂലി ഫി ത്വരീഖത്തി ലാഹിറൻ, അതുകൊണ്ട് കുല്ലുമാ ഇന്ദക ഖബ്ല ദുഹൂലി ഫി ത്വരീഖത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ, ലാഹിറൻ ബാഹ്യമായി നിങ്ങളുടെ അടുത്തുള്ളതൊക്കെ, അമാ തജദ്ദദ ബാദഹു ത്വരീഖത്തിന് ശേഷം നിങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ, ഫഹുവ മിൻ ബറകാത്തി റളിയല്ലാഹു അൻഹു, അതൊക്കെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ബർക്കത്ത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശൈഖിനെ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായതൊക്കെ, നമ്മൾ വിചാരിക്കും ശൈഖിന് കിട്ടിയതിന് ശേഷം നമുക്കുള്ളതൊക്കെ ശൈഖിനെ കൊണ്ടായത്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നിങ്ങളെ ഷെയ്ഖ് ഷെയ്ഖിലേക്ക് നിങ്ങളിപ്പോൾ എത്തിച്ചേർന്നു എന്നേ ഉള്ളൂ. ഷെയ്ഖ് നിങ്ങളിലേക്ക് മുമ്പേ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നിങ്ങളെ ഷെയ്ഖിനെ കൊണ്ട് കിട്ടിയതാണ്. അത് എവിടെയെങ്കിലും ജനിച്ചത് ഒരു അനുഗ്രഹമായിട്ടാണെങ്കിൽ, നിങ്ങൾക്ക് അറിവുണ്ടായത് ഒരു അനുഗ്രഹമായിട്ടാണെങ്കിൽ, കഴിവുകളുണ്ടായ ഒരു അനുഗ്രഹമായിട്ടാണെങ്കിൽ, നിങ്ങളൊരു ഭാര്യയോ ഭർത്താവോ നിങ്ങൾക്ക് കിട്ടിയത് അനുഗ്രഹമായിട്ടാണെങ്കിൽ, നിങ്ങൾക്ക് മക്കളെ കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ടാണെങ്കിൽ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു ഈ ബയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയോ അതൊക്കെ തന്നെ ശൈഖിനെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്, ശൈഖിൻ്റെ ബർക്കത്തോണ്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഈ ത്വരീഖത്തിൽ
ബയ്യത്ത് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയോ അതും ഷെയ്ഖിൻ്റെ ബർക്കത്തോണ്ട് കിട്ടിയതാണ്, അല്ലാത്തൊന്നുമല്ല. അപ്പോൾ ഷെയ്ഖ് ബയ്യത്ത് ചെയ്തതിന് ശേഷം മാത്രമല്ല ഷെയ്ഖായത്, മുമ്പേ ഷെയ്ഖ് തന്നെ. വക്കുല്ലമൻ വക്ക, നിങ്ങൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ മുമ്പ് കടന്നുപോയ കാര്യങ്ങളൊക്കെ, കടന്നുപോയ വഴികളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഉപകാരം ചെയ്യുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ നിങ്ങളെ ഈ ഷെയ്ഖിൻ്റെ വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ഒന്ന് കടന്നു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിലാവില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വേറൊരാളുടെ പ്ലാനായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അതൊക്കെ ഷെയ്ഖിൻ്റെ ബർക്കത്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുല്ലു മൻ വഖഅൽ ലിൽ മുരീദ് ഫീ ബത്നി ഉമ്മിഹി വഖബ്ലഹു വബഅദഹു, നിങ്ങളെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, അത് മാത്രം നിങ്ങളുടെ ജീവിതത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ജനിച്ചതിന് ശേഷത്തെ ജീവിതത്തിന് മുമ്പാണെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ മുമ്പും ശേഷവും. ഉമ്മൻ്റെ ഗർഭപാത്രത്തിന് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? ആലമുൽ അർവാഹിലായിരുന്നു. അവിടെയും ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ എത്തുന്നതും ശേഷവും അതൊക്കെ ബി തസറുഫ് ഷെയ്ഖിന റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ തസറുഫാത്തിൽ നിന്നുണ്ടായതാണ്. അതായത് നിങ്ങൾ ആരുടെ മകനായി ജനിക്കണം, ആരുടെ മകളായി ജനിക്കണം, നിങ്ങൾ എവിടെ ജനിക്കണം, നിങ്ങൾ ആര് പരിപാലിക്കണം, ഇതൊക്കെ ഷെയ്ഖ് തീരുമാനിച്ചതാണ്. അല്ലാതെ നിങ്ങൾ സ്വന്തം തീരുമാനിക്കണതല്ല. ഷെയ്ഖിൻ്റെ ബർക്കത്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. മുമ്പ് അതുപോലെ തന്നെ ശേഷവും, ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ നിങ്ങൾ ഷെയ്ഖിനെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. ലിഅന്നഹു ഷെയ്ഖു വൽ മുറബ്ബി വഖാഫിൽ, കാരണം ഷെയ്ഖ് അദ്ദേഹമാണ് നിങ്ങളെ ഷെയ്ഖും, നിങ്ങളെ വളർത്തിയ മുറബ്ബിയും നിങ്ങളെ സംരക്ഷകനൊക്കെ ഷെയ്ഖാണ്. ഇപ്പം ആയിത്തീർന്നൊന്നല്ല, മുമ്പേ അദ്ദേഹം തന്നെയാണ്. ഫഫാം, അതുകൊണ്ട് നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കുക. വയ്യാക മിൻ ത്വയ്ഷ്, വിവേകശൂന്യതയിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. വിവേകമില്ലാത്ത പരിപാടി ചെയ്യരുത്. ഖാല റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാകും വത്തഖ്ലീത്ത്, കലർത്തുന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് കലർത്തുന്നത്? ഐ തഖ്ലീത്തിൽ ഹഖായിക ബിഅരിഹ, മറ്റുള്ള ഈ ത്വരീഖത്തിൻ്റെ ഹക്കായികളിലേക്ക് മറ്റുള്ളത് ചേർത്ത് നിങ്ങൾ സൂക്ഷിക്കണം. വതഹ്ലീത്ത് തുറുക്കുകൾ തരീഖത്തുകൾ പരസ്പരം കലർത്തുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വതഹ്ലീത്തൽ ഹദറാത്ത്, ആത്മീയമായ ഹദറാത്തുകൾ കലർത്തുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വതഹ്ലീത്തൽ അദ്കാർ, ഈ ത്വരീഖത്തിൻ്റെ ഔറാദുകളും മറ്റ് ഔറാദുകളും കൂട്ടിക്കുഴക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. വതഹ്ലീത്തൽ മറാത്തിബ്, വ്യത്യസ്തമായ ആത്മീയമായ പദവികൾ മറ്റുള്ളതുമായി കൂട്ടിക്കലർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. വതഹ്ലീത്തുൽ ഹഖ് ബിൽ ബാത്തിൽ, സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിഅൻ തൻസുബ് സിർറു ശൈഖി ലിഅയ്രിഹി മിൻ ഇസ്തിംദാദി, അതിൻ്റെ സത്യവും അസത്യവുമായുള്ള ചേരൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ഷെയ്ഖിൻ്റെ മതത്തിൻ്റെ കൂടെ വേറെ ഷെയ്ഖിൻ്റെ മതത്തിൻ്റെ നിങ്ങൾ വിശ്വസിക്കില്ല, അത് അസത്യമാണ്. ശരിക്കും നിങ്ങൾക്ക് കിട്ടിയത് എന്തോ അതൊക്കെ ഷെയ്ഖിൻ്റെ മതം കൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു ഷെയ്ഖിനും കൂടി പങ്കുണ്ട് എന്ന് വിശ്വസിക്കൽ, അതെന്താണ്? സത്യത്തിനോട് അസത്യം കലർത്തുന്നതാണ്. ഫൈനഹു ലൗലാഹു മാ വസലത്ത് മഖാമുൽ ഇഖ്ലാസ്, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കൊണ്ട് എല്ലായിരുന്നുവെങ്കിൽ, ഷെയ്ഖിനെ കൊണ്ടല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഖ്ലാസിൻ്റെ എവിടെയെങ്കിലും ഒരു പദവി നിങ്ങൾ എത്തിയിട്ടുണ്ട്, ആ പദവിയൊന്നും നിങ്ങൾക്ക് എത്താൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ മുസ്ലിമായത്, നിങ്ങൾ മോമിനായത്, നിങ്ങൾ ത്വരീഖത്ത് സ്വീകരിച്ചത്, അള്ളാഹിനെ അറിഞ്ഞത്, അള്ളാഹിൻ്റെ ഉബൂദിയത്തിലായി സഞ്ചരിക്കുന്നത്, ഏതൊക്കെ അവസ്ഥകൾ ഇഖ്ലാസിൻ്റെതായ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ അതൊക്കെ തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചത് ആ ഷെയ്ഖിനെ കൊണ്ടാണ്. അല്ലദീ കുൻതു അലൈഹി ബിൽ ഫിത്രത്തി തിജാനിയ, കാരണം നിങ്ങളെ ഫിത്രത്തിൽ തന്നെ നിങ്ങൾ തിജാനി ആയിരുന്നു, അത് നിങ്ങളെ കൂടെ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫിത്രത്ത് തിജാനി ആണെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാവാൻ നോക്കുക? അത് ഫിത്രത്ത് തിജാനി ആണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം ആ യാഥാർത്ഥ്യത്തിലേക്ക് പിന്നീടാണ് നമ്മൾ ആ ബോധ്യം നമുക്ക് മനസ്സിലാവുക. നമ്മൾ കുറേ പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഷെയ്ഖിനെ കണ്ടെത്തി യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ടുള്ള യാത്ര മുന്നോട്ട് പോയി എത്തുമ്പോഴാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് പോലും നമ്മളെ കൊണ്ട് തിരഞ്ഞെടുപ്പിച്ചത് ഷെയ്ഖായിരുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുക. നമ്മൾ ആ ചിന്തിച്ചത് പോലും, ആ ചിന്തക്ക് പിറകിൽ പോലും ഉണ്ടായത് ഷെയ്ഖിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഒരു ഹിക്കായത്ത് പറയുന്നുണ്ട്, ഒരു കഥ. എന്താണ്? വാഖിഅത്തുൻ മിനശ്ശാരിബി റൂഹ് ത്വരീഖത്ത് തിജാനിയ, തിജാനി ത്വരീഖത്തിൻ്റെ ആത്മാവ് രുചിച്ച ഒരു മഹാൻ. അപ്പോൾ തിജാനി ത്വരീഖത്തിൻ്റെ ആത്മാവ് രുചിച്ച മഹാൻ എന്നൊക്കെ പറഞ്ഞാൽ ആ മഹാൻ്റെ ഒരു പദവി എത്രത്തോളമായിരിക്കും? തിജാനി ത്വരീഖത്തിൻ്റെ ആത്മാവ് രുചിച്ചൊരു മഹാൻ. അൽ ആരിഫുൽ അക്ബർ, ഏറ്റവും വലിയ ആരിഫ്. വസിദ്ദീഖുൽ അഷ്ഹർ വഖുതുബുൽ അഹ്മ സയ്യിദി അറബി ബിൻ ഷാഹിഹ് അൽ ഉമരി. ആരാ പറയപ്പെട്ട ആള്? ബഹുമാനപ്പെട്ട ബുഗിയത്തുൽ മുസ്തഫീദിൻ്റെ രചയിതാവായിട്ടുള്ള
സയ്യിദി അൽ അറബി ബിൻ ഷാഹി റളിയല്ലാഹു അൻഹു തങ്ങളെക്കുറിച്ചാണ്. വലിയ കുത്തുബും ഔസും ആ കാലഘട്ടത്തിലെ കാമിലായ മനുഷ്യനും തിജാനി ത്വരീഖത്തിൻ്റെ ഖലീഫയും ഒക്കെ ആയിട്ടുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അറബി ബിൻ ഷാഹി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ല മഹാനവറുകളുടെ തവസ്സുലാക്കിക്കൊണ്ട് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, അവിടുത്തെ ദുആല് എന്തായിരുന്നു, ദായത്തുൽ മത്താലിബ് പറയുന്നുണ്ടല്ലോ, അറബി ബിൻ ഷാഹി തങ്ങളെ ഇൽമിൽ നിന്ന് എനിക്ക് നൽകണമെന്ന് പറയുന്നില്ലേ. അപ്പോൾ അറബി ബിൻ ഷാഹി തങ്ങൾ തിജാനി ത്വരീഖത്തിൻ്റെ വലിയ ആളാണ്, വലിയ ഖലീഫാണ്. അപ്പോൾ ത്വരീഖത്തിൻ്റെ ആത്മാവ് രുചിച്ച മഹാനാണ്. ആ മഹാനുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ തൗഫീഖാണ്. മഹാനവറുകളുടെ ഒരു കിതാബ് നമുക്ക് വായിക്കാൻ പറ്റി, അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അല്ലാഹു നമുക്ക് ആ തൗഫീഖ് നിലനിർത്തി തരട്ടെ, അതിൽ വർധനവ് അല്ലാഹു നൽകട്ടെ. അപ്പോൾ മഹാനവറുകളുമായി ബന്ധപ്പെട്ട ഒരു ഹിക്കായത്ത്, ഒരു ചരിത്രം. വഹുവ അന്നഹു വഫദ അലൈഹി വഫ്ദുൻ മിൻ ഔലിയാഹി മിൻ നിസ്ബഹി. മഹാനവറുകളുടെ നിസ്ബത്തിൽ നിന്ന്, മഹാനവറുകളുടെ കുടുംബത്തിൽ നിന്നുള്ള കുറച്ച് വലിയ ഔലിയാക്കന്മാർ മഹാനവറുകളിലേക്ക് വന്നു. അത് മഹാനവറുകൾ ഉമരിയായിരുന്നു. ഉമരി എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട വേറെ കുറച്ച് ആൾക്കാർ മഹാനവറുകളുടെ അടുത്തേക്ക് വന്നു. ഫാദുഹറുൽ ഫറഹ്, അപ്പോൾ മഹാനവറുകൾക്ക് വലിയ സന്തോഷമായി, ആ കുടുംബക്കാരൊക്കെ വന്നപ്പോഴുള്ള സന്തോഷം. വഹസലലഹു ആയത്ത് സുറൂർ, അങ്ങനെ മഹാനവറുകൾ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. ഫി മജ്ലിസിൽ മുനാദമത്തി, അവരോടുള്ള അടുപ്പത്തിലുള്ള സംസാരങ്ങളിലൂടെ വലിയ സന്തോഷവും മഹാനവറുകൾ പ്രകടിപ്പിച്ചു. ഫളഹിക സയ്യിദുൽ അറബി റളിയല്ലാഹു അൻഹു, ആ ഒരു മജ്ലിസിൽ വെച്ച് അറബി ബിൻ ഷാഹി തങ്ങൾ നന്നായിട്ട് പൊട്ടിച്ചിരിച്ചു. എങ്ങനെയല്ല, പുഞ്ചിരിച്ചല്ല, നന്നായിട്ട് പൊട്ടിച്ചിരിച്ചു. മത്തഅന ബില്ലാഹി, അള്ളാഹു മഹാനവറുകളുടെ മഹാനവറുകൾ കൊണ്ട് അള്ളാഹു നമുക്ക് ഗുണം നൽകട്ടെ. അതിൻ്റെ ഇടയിൽ ദുആ ചെയ്യാണ് ഷെയ്ഖുകൾ. അപ്പോൾ മഹാനവറുകൾ സയ്യിദി അറബി ബിൻ ഷാഹി തങ്ങൾ പൊട്ടിച്ചിരിച്ചു. ലഹഖതൻ ഖാരിജതൻ അൻ ആദതിഹി, സാധാരണ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക എന്ന് പറയുന്നത് അറബി ബിൻ ഷാഹി തങ്ങളുടെ ഒരു രീതി ആയിരുന്നില്ല. പൊട്ടിങ്ങനെ ഉറക്ക ചിരിക്കുക എന്ന് പറയുന്നത് അറബി ബിൻ ഷാഹി തങ്ങളുടെ രീതി ആയിരുന്നില്ല. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ നന്നായിട്ട് പൊട്ടിച്ചിരിച്ചു. ലി തമാമിൽ ഫർഹി വ ഉൻസിഹി, എന്തിനാണ് പൊട്ടിച്ചിരിച്ചത്? മഹാനവറുകൾക്ക് വലിയ സന്തോഷവും അടുപ്പമൊക്കെ തോന്നിയുകൊണ്ടാണ് പൊട്ടിച്ചിരിച്ചത്. ഫഖാല ലഹു കബീർ ഔലിയായ മജ്ലിസിഹി, പക്ഷേ ആ സമയത്ത്, ആ പൊട്ടിച്ചിരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മജ്ലിസിലുണ്ടായിരുന്ന വലിയ ഔലിയാക്കന്മാർ പറഞ്ഞു, ലി മജീദ് തറബി, അവരുടെ സന്തോഷം കൊണ്ട് അവർ പറഞ്ഞു, ഹാദിഹി ലഹഖ ഉമരിയത്തുൻ, ഇത് ഉമരിയായ ചിരിയാണ്. കാരണം മഹാനവറുകൾ ഉമർ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയാണല്ലോ, അതുകൊണ്ട് ഇത് ഉമരിയായ ചിരിയാണെന്ന് പറഞ്ഞു. യാനി മൻസൂബത്തിന് ഇലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞു, ഇത് ഉമരിയായ ചിരിയാണ്, സാധാരണ ചിരിയല്ല, ഇത് ഉമർ റളിയല്ലാഹുവിൻ്റെ ചിരിയാണ് എന്ന് പറഞ്ഞു. കാലഹ മിൻ ഐരി ഷുഊരിൻ വലാ ഖസദി ബി ഷൈഇൻ, പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ട് ആയിരുന്നില്ല, ഉദ്ദേശിക്കാതെ തന്നെ പറഞ്ഞതാണ്. ഇത് ഉമർ റളിയല്ലാഹുവിൻ്റെ ചിരി പോലെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ. ഫാലിബ സയ്യിദിന അറബി, എന്നാൽ സയ്യിദിന അറബി ബിൻ ഷാഹി തങ്ങൾക്ക് അപ്പോൾ ദേഷ്യം വന്നു റളിയല്ലാഹു അൻഹു. വഖാല, എന്നിട്ട് അപ്പോൾ പറഞ്ഞു, ഇത് ഉമരിയൻ്റെ ചിരിയല്ല, ഇത് തിജാനിയായ ചിരിയാണെന്ന് പറഞ്ഞു. ലൈസ അലി ഉമർ ഫിഹ നസീബുൻ, ഉമർ റളിയല്ലാഹുവിൻ്റെ ഇതിൽ ഓഹരിയൊന്നുമില്ല, ഇത് തിജാനിൻ്റെ ചിരിയാന്ന് പറഞ്ഞു. ഫലം യർള അൻ തുൻസബ ലഹഖത്തു ആദത്തിഹി ഇലാ ഐരി ഷൈഖി, മഹാനവറുകൾക്ക് ആ ഒരു ചിരി പോലും വേറെ ഒരു സ്വന്തം ഷെയ്ഖല്ലാത്ത വേറെ ആളിലേക്ക് ചേർക്കാൻ ഇഷ്ടമായിരുന്നില്ല. വഷ്തദ്ദ അലൈഹിൽ ഖബുൽ, അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് ഭയങ്കര ഖബുൽ വന്നു ഈ ഇത് കേട്ടപ്പോൾ. അക്രമഹുല്ലാഹു ബി അദബിഹി മലാ ഐനു റഅത്ത് വലാ അദ്നു സമയത്ത് വലാ ഹദ്റ വലാ ഖൽബിൻ. അപ്പോൾ ഈ ഒരു മഹാനവറുകളുടെ ഈ മഹത്വം കൊണ്ടുണ്ടല്ലോ, എങ്ങനത്തെ മഹത്വം, സ്വന്തം ചിരി പോലും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളല്ലാത്ത വേറെ ആളിലേക്ക് ചേർക്കാൻ മഹാനവറുകൾക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് അറബി ബിൻ ഷാഹി തങ്ങൾക്ക് അള്ളാഹു നൽകി ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയും കേൾക്കാത്തത്, ഒരു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര മഹത്വങ്ങൾ. വഫിഹാമിൻ തുൻവീഹി ബിഖദ്രിഹി മാലാ മജീദുൻ അലൈഹി വഹിയ ഉനിയത്തുൻ ലിമുദ്ദഈന ലിൽ മഹബ്ബത്തി വതഖല്ലഖ ബിഹി. ഇതൊക്കെ മഹാനുകളുടെ പദവി പറയാം. അദ്ദേഹത്തിന് വലിയ പദവിയിലേക്ക് അള്ളാഹു ഉയർത്തി. അതുപോലെ അതിനേക്കാൾ വലിയൊരു പദവി ഉണ്ടോയെന്ന് പോലും സംശയിക്കുന്ന ഖുതുബാനിയത്തിലേക്ക് ഉയർത്തി. മഹബ്ബത്തിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു പദവി മതി.
എന്നൊക്കെ. അപ്പോൾ അറബി സാഹിത്യങ്ങളുടെ ചരിത്രം പറഞ്ഞ എന്തിനാ? ഒരു മുരീദിനെ സമയത്തോളം അദ്ദേഹത്തിൻ്റെ മുരീദിൻ്റെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ആ മുരീദിനുണ്ടോ ആ മുരീദ് കരുതണം. യഥാർത്ഥത്തിൽ അത് ഷെയ്ഖിൽ നിന്ന് തന്നെയാണ്, യഥാർത്ഥ ഷെയ്ഖിൽ നിന്ന് തന്നെയാണത്. ഫൈൻ ഷഹഹ നിയത്തഹു, ആരെങ്കിലും നിയ്യത്ത് നന്നായാൽ, യതവജ്ജഹുൽ കലാം ഇലാ ലാജിമിർ റാബി, അതായത് ഈ മൂന്നാമത്തെ നിബന്ധന പറഞ്ഞല്ലോ, പിന്നെ വേറെ ത്വരീക്കത്തിലേക്ക് മടങ്ങരുത്, തിജാൻ ത്വരീക്കത്തിന് കൂടെ വേറെ ത്വരീക്കത്ത് കൊണ്ടെടുക്കരുത് എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ആ കാര്യം ഒരാൾ ശരിയാക്കിയാൽ യതവജ്ജഹുൽ കലാമു ഇലാ ലാസിമിർ റാബിയ, നാലാമത്തെ നിർബന്ധമായ നിബന്ധനയിലേക്ക് കടക്കാം. വഹുവ മുതാബഅതു ശരീഅത്തിൽ മുതഹറ, അത് പരിശുദ്ധമായ ശരീഅത്തിനെ പിന്തുടരലാണ്. ഹുദുവ നഅലിൻ ബിനഅലിൻ, ശ്വാസങ്ങളെ ചെരുപ്പടിക്കനുസരിച്ച് ഓരോ ചെരുപ്പടിക്കനുസരിച്ച് പിന്തുടരുക. ശ്വാസങ്ങൾ എന്താ ചെയ്തോ, മുന്നോട്ട് കാൽ വെച്ചാൽ നമ്മൾ മുന്നോട്ട് വെക്കുക, പിന്നോട്ട് കാൽ വെച്ചാൽ പിന്നോട്ട് വെക്കുക. അങ്ങനെ മിൻകുല്ലി മാ അമറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്വാസങ്ങൾ കൽപ്പിച്ച എല്ലാ വിഷയത്തിലും. മുജാനബതി കുല്ലു മാ നഹാ അൻ, അതുപോലെ ശ്വാസങ്ങൾ വിലക്കി എല്ലാം ഒഴിവാക്കലും. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, മാ ആതാകുമുർ റസൂലു ഫഖുദൂ, റസൂല് കൊണ്ടുവന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾ എടുക്കുക. വമാ നഹാകും അൻഹു ഫൻതഹൂ, ശ്വാസങ്ങൾ നിരോധിച്ചത് ഒഴിവാക്കാൻ പറഞ്ഞു ഒഴിവാക്കുകയും ചെയ്യാം. ഇദാ അമർതുകും ബി അംരിൻ ഫഫഅലൂ മിൻഹു മസ്തതഅതും, ശ്വാസങ്ങൾ ഹദീസിലുണ്ട്. അമർതുകും ബി അംരിൻ, ഞാൻ നിങ്ങളോടൊരു കൽപ്പന നൽകിയാൽ ഫഫഅലൂ മിൻഹു മസ്തതഅതും, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങളത് കൊണ്ടെടുക്കുക. ഫഇദാ നഹൈതുകും ഫൻതഹൂ, ഞാൻ നിങ്ങളൊരു കാര്യത്തിൽ നിന്ന് വിലക്കിയാൽ നിങ്ങളത് ഒഴിവാക്കുകയും ചെയ്യുക. യാനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന മുഅ്മിന ലാ യഖ്ദിറു അലാ അൻ യുഹീത ബിജമീഇൽ മഅമൂറാത്ത്. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മുഅ്മിന് എല്ലാ നന്മകളും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നന്മകളിൽ വിശ്വാസങ്ങൾ പറഞ്ഞതിൽ പറ്റുന്നത് ചെയ്താൽ മതി. വഅന്നഹു യഖ്ദിറു അലാ അൻ എൻകഫ ബി കുല്ലിയത്തി അൻ മൻഹിയാത്ത്, എന്നാൽ നിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം. നന്മകൾ കൽപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം, പരമാവധി ചെയ്താൽ മതി. നിരോധിച്ചത് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യണം. മിനൽ മുഖാലഫാത്ത്, തെറ്റുകൾ ഹറാമായ കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം. ഇതിനർത്ഥം ഹറാമായ കാര്യം ഒരു മുഅ്മിനും ചെയ്യൂല എന്നല്ല കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു നല്ലൊരു മുഅ്മിനാണെങ്കിൽ തന്നെ അവൻ എല്ലാ നന്മകളും ചെയ്യാൻ കഴിയില്ലല്ലോ. അത് ശരിക്കും അവന് സാധിക്കാത്തൊരു കാര്യമാണ്. അതേസമയം ഒരു നല്ലൊരു മുഅ്മിനായ ആൾക്ക് തെറ്റുകളിൽ നിന്നൊക്കെ പരമാവധി ഒഴിവാക്കാൻ പറ്റും. അത് എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിവായി നിൽക്കാൻ പറ്റും ചിലപ്പോഴെങ്കിലും. എപ്പോൾ അത് സാധിക്കണമെന്നില്ല. ഇപ്പോൾ ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ ഒഴിവാക്കാൻ അവന് സാധിക്കും. എന്നാൽ എല്ലാ നന്മകളും ഒരാൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ചവരെ ഒരാൾക്ക് സാധിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഫൈന ത്വരീഖത്തു സഫാ ലാ യുതസവ്വറു വുജൂദഹ, കാരണം ഈ പരിശുദ്ധമായ ഈ ത്വരീഖത്ത് അത് നിലനിൽക്കൂല. അഖ്ലൻ വല ശർഅൻ വല തബഅൻ വല ആദതൻ, ബുദ്ധി കൊണ്ടും ശരീഅത്ത് കൊണ്ടും അതുപോലെ അതിൻ്റെ സ്വഭാവം കൊണ്ടും രീതി കൊണ്ടും ഒന്നും നിലനിൽക്കൂല. ഇല്ലാ ബിത്തിബാ സുന്നത്തുൽ മുതഹറ, ഈ പരിശുദ്ധിയുടെ ത്വരീഖത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പിന്തുടരണം. അപ്പോൾ റസൂലുള്ളാഹി സുന്നത്തിനെ പിന്തുടരാതെ ഒരു പരിശുദ്ധിയുടെ മാർഗവും നിലനിൽക്കില്ല. ലിഅന്നഹു സിയാസത്തുൽ ഹഖ്, കാരണം അത് അള്ളാഹുവിൻ്റെ രീതികളാണ്. പരിശുദ്ധമായ ശരീഅത്ത് തന്നെ അള്ളാഹു ഇവിടെ കൊണ്ടുവന്ന മനുഷ്യർക്കായിട്ടുള്ള രീതിശാസ്ത്രമാണ്. അപ്പോൾ ഒരാൾക്ക് പരിശുദ്ധി ആർജിക്കണമെന്നുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യണം? ആ പരിശുദ്ധി ആർജിക്കുന്ന വഴിനെ റസൂലുള്ളാഹി സുന്നത്തുമായിട്ട് ചേർത്തി വെക്കണം. അൻജലഹ അലാ നബിഹി, ആ ഒരു രീതി, അള്ളാഹുവിൻ്റെ രീതികൾ, അള്ളാഹുവിൻ്റെ കൈകാര്യത്തിൻ്റെ രീതികൾ അള്ളാഹു ഇറക്കിയത് ആർക്കാണ്? അലാ നബിഹി, അവൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ലി ആരിഫ കുല്ലു വാഹിദിൻ, എന്തിനു വേണ്ടിയാണ്? ഓരോ മനുഷ്യനും അറിയിച്ചു കൊടുക്കാൻ വേണ്ടി. ബിമാ യുആമിൽ റബ്ബഹുൽ മലിക്കുൽ അൽ മാലിക് ലഹു, അവൻ എങ്ങനെയാണ് അവൻ്റെ റബ്ബുമായി ഇടപഴകേണ്ടത്, അവൻ്റെ റബ്ബുമായിട്ടുള്ള ഇടപഴക്കത്തിൻ്റെ രീതി എങ്ങനെ ആയിരിക്കണം എന്ന കാര്യങ്ങളാണ് അതിലൂടെ ആദ്യം പഠിപ്പിക്കപ്പെടുന്നത് ശരീഅത്തിൽ. വകൈഫ യുആമിലു നഫ്സഹു, അതുപോലെ സ്വന്തത്തിനോട് അവൻ എങ്ങനെ ഇടപഴകണം അതും പഠിപ്പിക്കപ്പെടുന്നുണ്ട്.
വകൈഫ യുആമിലു അജ്നാസുൽ ഖലായിഖ്, സൃഷ്ടികളായ മനുഷ്യരോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത്, ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പറഞ്ഞാൽ അള്ളാഹിനോട് ഇടപഴകേണ്ട കാര്യങ്ങൾ, സ്വന്തം നഫ്സിനോട് ഇടപഴകേണ്ട കാര്യങ്ങൾ, അതുപോലെ മനുഷ്യരോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത്, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെ ഒരാൾക്ക് യഥാർത്ഥ പരിശുദ്ധിയുടെ മാർഗം സിദ്ധിക്കാൻ സാധിക്കില്ല. വഖദ് തഖദ്ദമ അന്നൽ അഖല ലാ യസ്തബദ്ദു ബിൽ ഹുക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ബുദ്ധിക്ക് സ്വന്തമായ ഹുക്കുമിനെ കൊണ്ടെടുക്കാൻ കഴിയില്ല, സ്വന്തമായ തീരുമാനങ്ങൾ കൊണ്ടെടുക്കാൻ പറ്റൂല. വഅന്നഹു ഇൻലം യുസ്റാ ഫീഹി നൂറുൽ ഈമാൻ, ഈമാൻ്റെ പ്രകാശം അതിൽ നട്ടു വളർത്തിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു ബുദ്ധിക്ക് സ്വന്തമായ തീരുമാനങ്ങൾ, ശരിയായ തീരുമാനങ്ങൾ കൊണ്ടുവരാൻ പറ്റൂല. അങ്ങനെ ഈമാൻ്റെ പ്രകാശം അതിലില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നജസുൻ മഹദുൻ ജാമിദത്തുൻ, അത് നജസായി മാറുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് ബുദ്ധിജീവികൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ബുദ്ധിജീവികൾ ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷെ എല്ലാം പൊട്ടത്തരങ്ങളായിരിക്കും. ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യൻ നന്നാവില്ല, മോശമാവുകയുള്ളൂ. മനുഷ്യൻ്റെ കുടുംബജീവിതം, മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം, മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതം എല്ലാം നശിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് മനുഷ്യൻ്റെ ഈമാൻ ഇല്ലാത്ത ബുദ്ധി വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈമാനില്ലാത്ത ബുദ്ധിജീവികളുടെ വർത്തമാനം ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പറ്റില്ല. ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബുദ്ധി ഉണ്ടെങ്കിലും പ്രസക്തിയുള്ളൂ. വലിയ ബുദ്ധി രാക്ഷസനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ പഠിപ്പുണ്ട്, ഒരുപാട് വിവരമുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ ഈമാനില്ലാത്തവനാണോ അയാളുടെ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ നജസാൻ. ഖാബിലുൽ നജാസത്തിൻ കൽബിയത്തിൻ, കൽബിൻ്റെ ഏത് നജസുകളും അത് സ്വീകരിക്കാൻ തയ്യാറാവും. ആര് സ്വീകരിക്കാൻ തയ്യാറാവും? ഈ മോശപ്പെട്ട ബുദ്ധി. അപ്പോൾ ഒരാൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ ഈമാനില്ല, ഭയങ്കര ബുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധി കൊണ്ട് ഏറ്റവും മോശപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവും. ഇപ്പം ഇന്നൊക്കെ അങ്ങനെയല്ല കാണുന്നത്. ഒരുപാട് സ്വതന്ത്ര ചിന്തകരും ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് വാദക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വലിയ ബുദ്ധിരാക്ഷസന്മാരോ വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ എന്താവില്ല, അവരിലേക്ക് നജസല്ലാതെ ഒന്നും കടന്നു വരില്ല. അവരുടെ ബുദ്ധിയിലേക്ക് മോശപ്പെട്ട ചിന്തകളല്ലാതെ ഒന്നും കടന്നു വരില്ല. എന്തുകൊണ്ടാണ്? അവർ അള്ളാഹിൻ്റെ ഹുക്കുമോ കൊണ്ടല്ല, ഈമാൻ്റെ പ്രകാശം അവർ ഹൃദയത്തിൽ കടക്കാത്തത് കൊണ്ട് അവർ ബുദ്ധിക്ക് ഒരു പ്രകാശവുമില്ല. ആ ബുദ്ധിയിലേക്ക് വരുന്നതൊക്കെ നജസായിരിക്കും. ഫലാ യുഹല്ലിസുഹു മിൻ റവാഇഹിൽ കരീഹ, അതുകൊണ്ട് തന്നെ മോശപ്പെട്ട ദുർഗന്ധം ഒരിക്കലും അവരെ ഹൃദയത്തിൽ നിന്നും ബുദ്ധിയിൽ നിന്നും കടന്നു പോകില്ല. അത് ഒഴിവായി പോകുന്നൊരവസ്ഥ ഉണ്ട്. എപ്പോഴും ദുർഗന്ധം വമ്പിക്കുന്നതായിരിക്കും അവരുടെ ബുദ്ധി. ഇല്ലാ നൂറുൽ ഈമാൻ, ഈമാൻ്റെ പ്രകാശം കൊണ്ട് മാത്രമേ അത് റെഡിയാവുള്ളൂ. ഈമാൻ്റെ പ്രകാശം വന്നാൽ മാത്രമേ ആ ബുദ്ധിയുടെ ദുർഗന്ധം മാറുള്ളൂ. ഈമാൻ്റെ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ആ ബുദ്ധി കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ചാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. ഈമാൻ്റെ പ്രകാശമുള്ള ഒരാളുടെ ഹൃദയം, ഒരാളുടെ ബുദ്ധി, ആ ബുദ്ധിയിൽ നിന്ന് അവൻ എന്തെങ്കിലും ചിന്തിച്ചാൽ അതുകൊണ്ട് ഗുണമുണ്ടാവും. ഈമാൻ്റെ പ്രകാശം ഇല്ലെങ്കിലോ അത് നജസ് മാത്രമേ കൊണ്ടുവരുള്ളൂ. ഫവജബ അലൈക അൻ തഅരിഫ് ബിഅന്നക ബിലാ ശരീഅത്തിൻ ബാത്തിലുൻ മഹദുൻ, അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കണം, ശരീഅത്തില്ലാത്ത എന്തൊന്നുണ്ടോ അതൊക്കെ ബാത്തിലാണ്, അതിനൊന്നും ഒരു ഗുണമില്ല. ശരീഅത്തില്ലാത്തൊക്കെ ബാത്തിലാണ്, പ്യുവറായിട്ടും സംശുദ്ധമായും ബാത്തിലാണ്. ലാ സിയാസത്തലക്ക ഇല്ലാ സിയാസത്തു ഹലാക്കിക്, അതിന് പ്രത്യേകമായൊരു ഗുണമില്ല നിങ്ങളെ നശിപ്പിക്കലല്ലാതെ. അതായത് ശരീഅത്തില്ലാത്തൊരു ബുദ്ധി, ശരീഅത്തില്ലാത്ത ചിന്തകൾ, അതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുക എന്നല്ലാതെ ഒരു ഗുണവും നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടൂല. ഫയജുബു അലാ കുല്ലി മുഅ്മിൻ, അതുകൊണ്ട് എല്ലാ മുഅ്മിനും നിർബന്ധമാണ്. ലാ സിയമായിൻ അറാദ സഫ, ആത്മീയമായ പരിശുദ്ധി ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ചും, ത്വരീഖത്തിൻ്റെ ആളുകൾ പ്രത്യേകിച്ചും അവർക്ക് നിർബന്ധമാണ്. അല്ലാ യഖൂൽ വലാ യഫ്അൽ ഇല്ലാ ബിസിയാസത്തി സയ്യിദിഹി, അവർ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് അവൻ്റെ യജമാനൻ്റെ കൽപ്പനകൾ അനുസരിച്ചല്ലാതെ. ഫൈനഹു ആലിമു ലിമുസാലിഹി, കാരണം അള്ളാഹു സുബ്ഹാനഹു തആലക്കാണ് എന്താണ് അവൻ്റെ അടിമക്ക് നല്ലത് എന്നറിയാം. അള്ളാഹ് പറഞ്ഞതനുസരിച്ചേ ചെയ്യാവൂ. ഫശരീഅത്തു മൻഫഅതൻ ആയിദത്തുൻ അലൈക്, ശരീഅത്ത് എന്ന് പറയുന്നത് ആ ശരീഅത്തിൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം നിങ്ങളിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. അല്ലാതെ അള്ളാഹ്ക്ക് അതിനെക്കൊണ്ട് ഒരു ഗുണമില്ല. ലാ അലാ റബ്ബിക്ക്, റബ്ബിന് അതുകൊണ്ടൊരു ഗുണമില്ല. ശരീഅത്ത് പാലിച്ചാലുള്ള ഗുണം നിങ്ങൾക്കാണ്.
ഫതആല ഉലുവൻ കബീറൻ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നതിന് തൊട്ടൊക്കെ എത്രയോ ഉയരത്തിലാണ്. അപ്പോൾ ശരീഅത്ത് നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാകുന്നത് എന്താ? നമ്മളൊക്കെ മൗസൂമായി ജീവിക്കണം എന്നാണോ? അങ്ങനെയല്ല. നമുക്ക് തെറ്റുകൾ പറ്റാം, പക്ഷേ ഇതൊക്കെ നമുക്ക് അനുവദനീയമാണ്, തെറ്റൊക്കെ നമുക്ക് അനുവദനീയമാണ്, ശരിയോ നമ്മൾ ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ഒരു ശരീഅത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ശരീഅത്തില്ലാത്തൊരവസ്ഥ. അതാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. അതുണ്ടാവാൻ പാടില്ല. കാരണം പരിശുദ്ധമായ ത്വരീഖത്തിൻ്റെ അസല് എന്ന് പറയുന്ന ശരീഅത്താണ്. ആ ശരീഅത്തില്ലെങ്കിൽ നമുക്കൊരു പരിശുദ്ധി ആർജിക്കാൻ സാധിക്കൂല. ശരീഅത്ത് കൊണ്ടെടുക്കണം. ഫല ആദമു ശരീഅത്തു, ഈ ശരീഅത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താ? ഈമാനു ബില്ലാഹി തആല, അള്ളാഹുള്ള വിശ്വാസമാണ്. വഹു അസ്ലുദ്ദീൻ, അത് ദീനിൻ്റെ അടിത്തറയാണ്. അദ്ദീനു മുഹമ്മദിയു മിസാലു കുബ്ബത്തിൻ, മുഹമ്മദിയായ ദീൻ എന്താണ്? അതിൻ്റെ ഉദാഹരണം ഒരു കുബ്ബയെ പോലെയാണ്. ഒരു കുബ്ബ. മബ്നിയത്തുൻ അലാ അർബഅത്തി സവാരി, അത് 4 സ്തംഭങ്ങൾ കൊണ്ട് ഉയർത്തപ്പെട്ടതാണ്. ഒരു കുബ്ബുണ്ട്, മുകളിലൊരു കുബ്ബ. ആ കുബ്ബക്ക് അടിയിലായി 4 സ്തംഭങ്ങളുണ്ട്. വത്തിൽക സവാരി അർബഅത്തുൻ മബ്നിയത്തുൻ അലാ സാരിയത്തുൻ അലീമ, ഈ 4 സ്തംഭങ്ങളും ഏറ്റവും വലിയ ഒരു സ്തംഭത്തിൻ്റെ മുകളിലാണ് നിലകൊള്ളുന്നത്. വഹി അസ്ലുഹു, അതാണ് അതിൻ്റെ അടിത്തറ. വഹി ഈമാൻ ബില്ലാഹി തആല, അത് അള്ളാഹുവിലുള്ള ഈമാനാണ്. അപ്പോൾ നടുവിലുള്ള വലിയൊരു സ്തംഭമുണ്ട്, ചുറ്റുഭാഗത്തുള്ള 4 സ്തംഭമുണ്ട്, അതിൻ്റെ മുകളിൽ കുബ്ബയുണ്ട്. അപ്പോൾ കുബ്ബയാണ് ദീന്. അപ്പോൾ ദീൻ നിലനിൽക്കുന്നത് ഈ നടുവിലുള്ള ഏറ്റവും വലിയ സ്തംഭവും 4 ചുറ്റുഭാഗത്തുള്ള 4 സ്തംഭങ്ങൾ കൊണ്ടാണ്. നടുവിലുള്ള സ്തംഭം അള്ളാഹുവിലുള്ള ഈമാനാണ്. അപ്പോൾ ജമീഉൽ ഖുബ്ബത്തു ഫി സവാരിഹ ദീനുൻ കാമിൽ, 4 എല്ലാം സ്തംഭങ്ങളും ഒരുമിച്ച് കൂടിയാൽ മാത്രമേ ദീൻ പൂർണ്ണമാവുള്ളൂ. ബാദുഹ മാ തറക്ക് ബാദ് ദീൻ നാഖിസ്, ഏതെങ്കിലുമൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ദീനാണെങ്കിൽ എന്താ അത് കുറവുകളുള്ള ദീനായി മാറും. ഇൻ സഹ അസ്ലുല്ലദീ ഹുവൽ ഈമാൻ, എല്ലാം റെഡി ആയതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. വസാരിയു അർബ, 4 സ്തംഭങ്ങൾ എന്താ? അസ്സലാത്തു വസ്സകാത്തു വസ്സൗമു വൽ ഹജ്ജു അലാ മനിസ്തതാ ഇലാ ജമീഇ സബീൽ. അതെന്താ? നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്താണ്. കഴിവുള്ളവൻ നിസ്കാരം, നോമ്പ്, പിന്നെ ഹജ്ജ്, സക്കാത്ത്. അപ്പോൾ സക്കാത്ത് കഴിവുള്ളവൻ കൊടുത്താൽ മതി, ഹജ്ജും അതുപോലെ തന്നെ കഴിവുള്ളവന് ഹജ്ജ് ചെയ്യാൻ മതി. ഇത് നിലനിർത്തലാണ് 4 സ്തംഭങ്ങൾ. ഇത് 4 പൂർത്തിയാക്കിയാൽ മാത്രമേ 4 നടുവിലുള്ള സ്തംഭം, അതായത് അള്ളാഹുവിലുള്ള ഈമാൻ, അതാണ് ഏറ്റവും അടിസ്ഥാനം. അത് കഴിഞ്ഞ് പിന്നെ 4 പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരാളുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ, ദീൻ പൂർത്തിയാവുള്ളൂ. നസല ജിബ്രീലു അല നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറങ്ങി വന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുതരൂ, എനിക്ക് പഠിപ്പിച്ചു തരൂ. ഖാല അൻ തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വതുഖീമു സ്വലാ വതുതി സക്കാ വതുസൂമു റമദാൻ വഹജ്ജുൽ ബൈത്ത് ഇൻ ഇസ്തതാ ഇലൈഹി സബീല. അപ്പോൾ റസൂലുള്ളാഹിങ്ങളോട് ചോദിച്ചു, എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിങ്ങൾ വിശ്വസിക്കലാണ്, നിസ്കാരം നിലനിർത്തലാണ്, സക്കാത്ത് കൊടുക്കലാണ്, നോമ്പ് നോക്കലാണ്, അതുപോലെ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യലാണ് എന്ന് പറഞ്ഞു. ഖാല സദഖ്ത്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് മൂപ്പർ വന്നത്. ഫാജിബ സ്വഹാബത്ത് യസ്അലുഹു യുസദ്ദഖുഹു, സഹാബാക്കൾക്കറിയില്ല ഇത് ജിബ്രീൽ അലൈഹി സ്വലാം ആണെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. എന്തൊരു ചോദ്യമാണ് മൂപ്പർ ചോദിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞിട്ട് ഉത്തരം പറഞ്ഞപ്പോൾ അത് ശരിയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹിങ്ങളോടൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാന്ന് പറയണമെങ്കിൽ എത്രമാത്രം എന്താണ് അവർ അങ്ങനെ പറയാൻ കാരണം എന്ന് ചിന്തിക്കുമല്ലോ. ഖാല അഖ്ബിർനി അനിൽ ഈമാൻ. ഇപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വീണ്ടും ചോദിച്ചു, ഈമാനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരും. ഖാല റസൂലുള്ളാഹിങ്ങൾ പറഞ്ഞു, അൻ തുഅ്മിനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വ യൗമിൽ ആഖിർ വ തുഅ്മിനു ബിഖദരി ഖൈരി വ ശർരിഹി. അപ്പോൾ റസൂലുള്ളാഹിങ്ങൾ പറഞ്ഞു, അള്ളാഹിനെ വിശ്വസിക്കലാണ്, മലക്കുകളിൽ വിശ്വസിക്കലാണ്, കിതാബുകളിൽ വിശ്വസിക്കലാണ്, അവൻ നബിമാരിൽ വിശ്വസിക്കലാണ്, അന്ത്യനാളിൽ വിശ്വസിക്കലാണ്, ഹൈറും ഷർറും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നാണ് വിശ്വസിക്കലാണ്. അങ്ങനെ 6 കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഖാല സദഖ്ത്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. ഖാല അഖ്ബിർനി അനിൽ ഈമാൻ. പിന്നെ അദ്ദേഹം തുടർന്ന് ചോദിച്ചു, ഈ അനിൽ ഇഹ്സാൻ, ഇഹ്സാനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഖാല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കലാണ് അള്ളാഹിനെ കണ്ടുകൊണ്ട്. വഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്,
ഇനി നിങ്ങൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ടെന്നുള്ള രൂപത്തിൽ ആരാധിക്കലാണ്. അപ്പോൾ കാല അഖ്ബർനി അൻ ഷാ, അന്ത്യനാളിനെ കുറിച്ച്, ആ സമയത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞു. കാലമാ മസ്ഊലു അൻഹ ബി ആലമി മിന സായിൽ. അപ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞു, ചോദിച്ച ആളെക്കാൾ അറിവുള്ള ആളല്ല ചോദിക്കപ്പെട്ട ആൾ. അതായത് എനിക്ക് അതിൻ്റെ വേറൊരു അർത്ഥം, ചിലർ അതിനർത്ഥം പറയൽ നിങ്ങളത്ര പോലും എനിക്കറിയില്ല എന്ന്. അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, പറയാൻ പറ്റാത്തതാണ് എന്നാണ് ആ പറഞ്ഞത് സാറ്. കാല ഫഹ്ബിർനി അൻ അമാറത്തിഹ. അപ്പോൾ വിശ്വാസങ്ങളോട് പറഞ്ഞു, അഖ്ബിർനി അൻ അമാറാത്തിഹ, അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞുതരും. കാല അൻ തലിദൽ അമതു റബ്ബത്തഹ. അതിൻ്റെ ഒരു അമാനത്ത്, അതിൻ്റെ ഒരു അടയാളം ഒരു അടിമ അവളുടെ യജമാനനെ പ്രസവിക്കലാണ്. വാൻ തറൽ ഹുഫാത്ത അൽ ഉറാത്ത അൽ ആലത്ത റിയാഷാത്തി യതതാവലൂന ഫിൽ ബുനിയാൻ. അതായത് നഗ്നപാതരായിട്ടുള്ള, കഴിവില്ലാത്തവരായിട്ടുള്ള ആടിനെ മേയിച്ച് നടക്കുന്ന ആൾക്കാർ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയലാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും കാണുന്നതല്ലേ. അറബികൾ അവർക്ക് ആട് മേയിച്ച് നടന്ന ആൾക്കാരായിരുന്നില്ലേ, വലിയ കഴിവുകളൊന്നും ഇല്ലാത്തവരായിരുന്നില്ലേ. ആ ആളുകളിപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ്. അങ്ങനത്തെ അതൊക്കെ ഈ അവസാന നാളിൻ്റെ അടയാളങ്ങളാണ്. സുമ്മൻ തൊലക്ക, മൂപ്പര് പിരിഞ്ഞു പോയി. ഫലബൈസ മലിയൻ, കുറച്ച് സമയം കഴിഞ്ഞു. ഫകാല, അവർ വിശ്വാസങ്ങൾ ചോദിച്ചു, അതതിരി യാ ഉമർ അനിസായിൽ, ആരാണ് ആ ചോദിച്ചത് നിങ്ങൾക്കറിയോ ഉമറെ എന്ന് ചോദിച്ചു. കുൽത്തു, അപ്പോൾ ഉമർദാൻ പറഞ്ഞു, അള്ളാഹു റസൂലു ആലം, അള്ളാഹു അവൻ്റെ റസൂൽസാസങ്ങൾക്കാണ് കൂടുതൽ അറിയാവുന്നതെന്ന് പറഞ്ഞു. കാല, അപ്പോൾ റസൂൽസാസങ്ങൾ പറഞ്ഞു, ഫൈന ജിബ്രീലാത്താക്കും യു അല്ലിമുക്കും ദീനക്കും. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് വന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഫഅവ്വലുൽ ഖവാഇദു ഷഹാദത്താൻ. അപ്പോൾ ശരീഅത്തിൽ ആദ്യത്തേത് 2 ഷഹാദത്താണ്. സുമ്മ സലാത്തുല്ലത്തി ഹിയ ഇമാദത്തുദ്ദീൻ. രണ്ടാമത്തത് നിസ്കാരാണ്, അതാണ് ദീനിൻ്റെ സ്തംഭം. വശിയാറുൽ മുവാഹിദീൻ, തൗഹീദിൻ്റെ ആളുകളുടെ അടയാളവും അതാണ്. തൗഹീദിലാണ് ഒരാൾ എന്നുള്ളതിൻ്റെ അടയാളമാണ് നിസ്കാരം. വഖുറത്ത് ആയിനിൽ മലായിക്കത്ത് വൻ നബീൻ വൽ മുർസലീൻ, മലക്കുകളുടെയും നബിമാരുടെയും മുർസലീങ്ങളുടെയും കൺകുളിർമയാണ് നിസ്കാരം. വഖാലത്ത് ആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അഖീമുസ്സലാത്ത വആതു സകാത്ത വർഖഉ മഅർ റാഖിഈൻ. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, റുക്കൂ ചെയ്യുന്നവരോട് കൂടെ റുക്കൂ ചെയ്യുകയും വേണം, നിസ്കരിക്കുന്നവരെ കൂടെ നിസ്കരിക്കണം, ആ ജമാഅത്തെ നിസ്കരിക്കണം എന്നർത്ഥം. വഹാഫിദു അല സലവാത്തി വസലാത്തുൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണം, പ്രത്യേകിച്ചും മദ്യത്തിന് നിസ്കാരം. വഖൂമു ലില്ലാഹി ഖാനിതീൻ, എന്നിട്ട് ആ ഭയഭക്തിയോടുകൂടി എഴുന്നേറ്റ് നിൽക്കുകയും വേണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നിസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് വ്യവസ്ഥാപിതമായി ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ്. ചില സമയങ്ങൾ ബന്ധിതമായി ചെയ്യപ്പെടേണ്ട ഒരു കർമ്മമാണ്. സൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യു അമാലുൻ അഫ്ദൽ, ഏറ്റവും അഫ്ദലായ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമൽ എന്താണ്? ഖാല സ്വലാത്തു ലി വക്തിഹ, നിസ്കാരം അതിൻ്റെ വക്തിൽ നിർവഹിക്കലാണ്. ഏറ്റവും വക്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അവ്വൽ വക്തിൽ നിർവഹിക്കലാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞത് കാണാം. ഏറ്റവും അഫ്ദലായ ഒരു അമൽ എന്താണ്? ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫ്ദലായ അമൽ അത് അവ്വൽ വക്ത് നിസ്കരിക്കലാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസങ്ങൾ പറഞ്ഞു, അവ്വലമായി യൻദുറു ഫീഹി യൗമുൽ ഖിയാമ മിൻ അമലിൽ അബ്ദി. ആ ഖിയാമത്ത് നാളിൽ അടിമകളുടെ അമലിൽ നിന്ന് ആദ്യമായി നോക്കപ്പെടുക അസ്വല, നിസ്കാരമാകുന്നു. അത് ആദ്യം കാണിക്കപ്പെടുന്ന നിസ്കാരമാണ്. വൈൻ ഉജിത താമത്തൻ, നിസ്കാരം പൂർത്തിയായി എന്ന് ബോധ്യപ്പെട്ടാൽ, അത് നിസ്കാരം പൂർണ്ണമായ ഒരാൾ നിർവഹിച്ചു എന്ന് കണ്ടാൽ, ഖുബിൽ തമിൻഹു, അവൻ നിന്ന് സ്വീകരിക്കപ്പെടും. വഖുബില മിൻഹു സായിർ അമലീൻ, ആ നിസ്കാരം സ്വീകരിക്കപ്പെടും, ബാക്കിയുള്ള അമലുകളും സ്വീകരിക്കപ്പെടും. ഒരാൾ പൂർണ്ണമായി നിസ്കരിച്ചു എന്ന് വന്നാൽ അവൻ്റെ നിസ്കാരവും സ്വീകരിക്കും, മറ്റ് അമലുകളും സ്വീകരിക്കപ്പെടും. വൈൻ ഉജിത്ത നാകിഷത്തൻ, ഇനി ഒരാൾക്ക് അതിൽ കുറവുകളുണ്ട്, കുറച്ച് നിസ്കരിച്ചു കുറച്ച് നിസ്കരിച്ചില്ല അങ്ങനെയൊക്കെയാണെന്ന് കരുതുക. റുദ്ദത്താലേ,
അവൻ്റെ ആ നിസ്കാരം അവനിലേക്ക് എറിയപ്പെടും, തള്ളപ്പെടും. വറുദ്ദ സായിർ അമലിഹി, അതുപോലെ തന്നെ അവൻ്റെ മറ്റ് അമലുകളും അവനിലേക്ക് തന്നെ തള്ളപ്പെടും. അപ്പോൾ ഒരാൾ പൂർണ്ണമായി നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരവും അതുപോലുള്ള മറ്റമലുകളും സ്വീകരിക്കപ്പെടും. ഒരാൾ പൂർണ്ണമായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവൻ്റെ ഭാഗികമായ നിസ്കാരത്തെ അവനിലേക്ക് എറിയപ്പെടും, അതുപോലെ തന്നെ മറ്റമലുകളും എറിയപ്പെടും. അവൻ്റെ അടുത്ത് നിന്നൊന്നും സ്വീകരിക്കൂല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസങ്ങൾ പറഞ്ഞു, മൻ ബൈന റജുലു വൽ കുഫരി തറക്കുസലാ, ഒരാളുടെ ഈ കുഫറിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരം ഒഴിവാക്കലാണ്. അതായത് നിസ്കാരം ഒഴിവാക്കിയാൻ കാഫിറിനെ പോലെയാണ് എന്നർത്ഥം. അൽ അഹദുല്ലദീ ബൈനനാ ബൈനഹുമ സ്വലാ, നിങ്ങൾക്കും എൻ്റെ ഇടയിലുള്ള ഉടമ്പടി എന്ന് പറഞ്ഞ നിസ്കാരം, അത് മുഅ്മിനും വിശ്വാസങ്ങളുടെ ഇടയിൽ ഉടമ്പടി നിസ്കാരം. ഒമൻ തറക്കഹ ഫഖദ് കഫറ, ആരെങ്കിലും നിസ്കാരത്തെ ഒഴിവാക്കിയാൽ അവന് അതുകൊണ്ട് കുഫർ സംഭവിച്ചു വിശ്വാസങ്ങൾ പറഞ്ഞാണ്. മൻ തറക്ക സ്വലാത്ത ലഖിയല്ലാഹു വഹു അലൈഹി ളദ്ബാൻ, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടും. വഹു അലൈഹി അളുബാൻ, അള്ളാഹു അവനോട് ദേഷ്യം പിടിച്ചവനായിട്ട്, അള്ളാഹു അവനോട് കോപിച്ചവനായിട്ടാണ് നിസ്കാരം ഒഴിവാക്കിയവൻ അള്ളാഹു കണ്ടുമുട്ടുക. അമൻ ഹാഫദ അലിഹ, ആരെങ്കിലും നിസ്കാരം നിലനിർത്തിയാൽ, ഇതൊക്കെ വിശ്വാസങ്ങൾ പറഞ്ഞ ഹദീസുകളാട്ടോ. അമൻ ഹാഫദ അലിഹ, ആരെങ്കിലും നിസ്കാരം നിലനിർത്തിയാൽ കാനത്ത് ലഹു നൂറുൻ, അവനൊരു പ്രകാശം ഉണ്ടാവും. വ ബുർഹാൻ, ഒരു തെളിവുണ്ടാവും. വ നജാത്തുൻ, ഒരു രക്ഷയുണ്ടാവും യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അമൻ ലം യുഹാഫിദു അലൈഹ, ആരെങ്കിലും നിസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ ലം യകുൻ ലഹു നൂറുൻ, അവനൊരു പ്രകാശം ഉണ്ടാവില്ല. വലാ ബുർഹാനുൻ, തെളിവുണ്ടാവില്ല. വലാ നജാത്തുൻ, അവനൊരു രക്ഷയുണ്ടാവില്ല. വഖാല യൗമുൽ ഖിയാമത്ത് മാ ഖാറൂന ഫിർഔന വഹാമാന ഉബയ്യ് ഇബ്നു ഖലഫ്, അവന് ഖിയാമത്ത് നാൾ നിസ്കാരം ഉപേക്ഷിച്ചവന് ഖിയാമത്ത് നാൾ ആരെ കൂടെ ഉണ്ടാവുക? ഖാറൂൻ്റെയും ഫിർആൻ്റെയും ഹാമാൻ്റെയും ഖുറൈശികൾപ്പെട്ട ഇസ്ലാമിൻ്റെ ശത്രുവായ ഉബയ്യ് ഇബ്നു ഖലഫിൻ്റെയും ഒക്കെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. വഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യൗമ വഫാത്തിഹി, മാനവരുടെ വഫാത്തിൻ്റെ ദിവസം, ബിമഹ്ദരി സ്വഹാബാക്കളുടെ കൂട്ടത്തിനോട് പറഞ്ഞു, ലാ ഹദ്ദ ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ, നിസ്കാരം ഒഴിവാക്കിയവൻ ഇസ്ലാമിലൊരു ഓഹരിയും ഇല്ല കേട്ടോ. ഇസ്ലാമിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അവനോട് പറയാൻ പറ്റൂല. നിസ്കാരം ഒഴിവാക്കിയവൻ നിസ്കാരത്തിലൊരു ഓഹരിയും ഇല്ല. ഫലം യുൻകിറു അലൈഹി ഫസാറ കൽ ഇജ്മാഇഹിം, അവിടെ ഒരുപാട് സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു, അവരൊന്നും അത് ആ പറഞ്ഞതിന് എതിർത്തിയില്ല, അതുകൊണ്ട് തന്നെ അത് ഇജ്മാ ആയി മാറി. സ്വഹാബാക്കളുടെ ഇജ്മാ ഉണ്ട്, എന്ത്? നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ ദീനിലൊന്നും ഒന്നുമില്ല എന്നുള്ളത്. അന അലി റളിയല്ലാഹു അൻഹു മൗഖൂഫൻ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ മൗഖൂഫായി പറഞ്ഞു, മൻ ലം യുസല്ലി ഫഹുവ കാഫിറുൻ, ആരെങ്കിലും നിസ്കരിക്കുന്നില്ലെങ്കിൽ അവൻ കാഫിറാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൗഖൂഫൻ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളും പറഞ്ഞു, മൻ തറക സ്വലാത്ത് ഫഖദ് കഫറ, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കി അവൻ കാഫിറാണ്. അപ്പം നിസ്കാരം ഒഴിവാക്കിയാൽ എത്രത്തോളം വലിയ പ്രധാനം. ഇപ്പം നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിസ്കാരം ഒഴിവാക്കുന്ന ഒരു പ്രശ്നമേ അല്ല, ബാക്കിയൊക്കെ പ്രശ്നമാണ്. ഒരു സിഗരറ്റ് വലിച്ചാൽ പ്രശ്നമാണ്, സിഗരറ്റ് വലിക്കുന്നത് നല്ലതായിട്ടല്ല ഞാൻ പറയണത്, സിഗരറ്റ് വലിച്ചാൽ പ്രശ്നമാണ്. എന്തെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിച്ച പ്രശ്നമാണ്. നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നീറ്റിൽ നടന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതൊന്നും ചെയ്തില്ല ഭയങ്കര പ്രശ്നമാണ്. അത് നിസ്കരിച്ചില്ല വലിയ കുഴപ്പമൊന്നുമില്ല. നിസ്കാരം അത്ര വലിയൊരു സംഭവമായിട്ട് നമ്മളാരും കാണുന്നില്ല. കല്യാണാലോചനയൊക്കെ വരുമ്പോൾ നിസ്കരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ കുഴപ്പമില്ല, പാര അങ്ങനെ നിസ്കരിക്കുക, എപ്പോഴെങ്കിലും നിസ്കരിക്കാമല്ലോ, പിന്നെ നന്നാവാലോ എന്നൊക്കെ പറയും. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നിസ്കരിക്കുന്നില്ലെങ്കിൽ അതും പ്രശ്നമല്ല ആൾക്കാർക്ക്. ഒരു ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഭാര്യയൊക്കെ പറയുന്നത് ചിലവിന് തരുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ഒരാൾ ശരിക്കും ഒരു നിസ്കരിക്കാത്ത ആൾ കാഫിറിനെ പോലെയാണ്, കാഫിറിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ള പോലെ ഉണ്ടാവില്ല. അത് അതിനടുത്ത് ഓരോ ഒഴിവാക്കണം നിർബന്ധം ഒന്നല്ല കേട്ടോ. നമ്മൾ സൂക്ഷ്മതയിലാണ് അവർ കാഫിറാന്ന് പറയാത്തത്. യഥാർത്ഥത്തിൽ പല ആൾക്കാരും അവർ കാഫിറാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്, സഹാബാക്കൾ പല ആൾക്കാരും. അതിൻ്റെ ഉദാഹരണങ്ങൾ അതൊക്കെ പറഞ്ഞത്. നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല എന്ന്. അപ്പം അങ്ങനത്തെ ആൾക്കാരെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറയണത് വലിയ അത്ഭുതമല്ലേ. എന്നാലും ചോയ്സ് ഉണ്ട് കേട്ടോ, ഒരാൾ ഒഴിവാക്കാനോ ഒഴിവാക്കാതിരിക്കാനൊക്കെ ചോയ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞതാ, ഒരാൾ നിസ്കാരം നിലനിർത്തുന്നുള്ള അത്രയും ഗുരുതരമായ വിഷയമെന്ന് പറയാം. നമ്മളതിനെ ശ്രദ്ധിക്കുന്ന പോലില്ല ഈ കാലഘട്ടത്തിൽ. നിസ്കാരം കൊണ്ടിടക്കുന്നവർ വളരെ വിരളമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു കാലഘട്ടം. ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നൊക്കെ നിസ്കാരം നിലനിർത്തുക എന്നുള്ളത്, നിസ്കരിക്കാതിരിക്കുക എന്നുള്ളൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു. നമ്മൾ എന്തിട്ടും തന്നെ മുസ്ലിമുകൾ ചിലപ്പം തുണിയും ഷർട്ടൊക്കെ ഇട്ട് നടക്കും, പക്ഷേ വെള്ളത്തുണി വെള്ള ഷർട്ടൊക്കെ നിസ്കരിക്കലുണ്ടാവില്ല. പെണ്ണുങ്ങൾ ചിലപ്പോൾ മഫ്തയൊക്കെ ഇട്ട് നടക്കും, നിസ്കരിക്കില്ല. ഇതൊക്കെ ആ വേഷം മാത്രമേ ഉള്ളൂ.
നിസ്കാരം അവരായിട്ടൊരു ബന്ധമില്ല. അങ്ങനത്തെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലിഹി തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു അള്ളാഹിൻ്റെ ഒരു വചനത്തെക്കുറിച്ച്, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞല്ലോ. നരകം വയലിൽ നിന്നുള്ള നരകം അവർക്കാണ്, അവരുടെ പ്രത്യേകത അവർ നിസ്കാരത്തിൽ അശ്രദ്ധരാണെന്ന് പറഞ്ഞല്ലോ. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? കാല, അപ്പോൾ വിശ്വാസങ്ങൾ ചോദിക്കപ്പെട്ട വിശ്വാസങ്ങൾ പറഞ്ഞു, ഹുമല്ലദീ യുഅഖിറൂന സ്വലാത്ത അൻ വഖ്തിഹ, നിസ്കാരത്തെ അതിൻ്റെ സമയത്ത് നിസ്കരിക്കാതെ വേറെ ഏതൊന്നും സമയത്ത് നിസ്കരിക്കുന്നവരാണ്. ഓരോന്നിൻ്റെ ഓരോ സമയം, സുബീക്കും ളുഹറിനും അസറിനും മഗ്‌രിബിനും ഇശാക്കൊക്കെ ഓരോ സമയമുണ്ടല്ലോ, ആ സമയത്ത് നിസ്കരിക്കാതെ വേറെ ഏതോ സമയത്ത് നിസ്കരിക്കുന്നവരാണ് നിസ്കാരത്തിൽ ആയവർ എന്ന് പറഞ്ഞവർ. അതായത് അതിനർത്ഥം അവർക്ക് നരകാണ്, നിസ്കരിക്കുന്നവർക്ക് തന്നെ നരകാണ്. ഇങ്ങനെ നിസ്കാരം പിന്തിക്കുന്നവർക്കും നിസ്കാരം വേറെ ഖളാ ആക്കുന്നവർക്കും. അപ്പോൾ പിന്നെ നിസ്കരിക്കാത്തവരെ പറ്റി പറയേണ്ടതുണ്ടോ? അല്ലാഹു നമ്മെ കാക്കട്ടെ.